We are coming from the East India Company, and I want to remove this cross. ഈ ഹിന്ദി ഒന്നും പഠിച്ച് ഞങ്ങളെ വേട്ടണ്ട. You have to allow us to enter into the forest. അതൊന്നും സാധിക്കില്ല. കളഞ്ഞിട്ട് വാടാ. Then I will call my boss. പിന്നെ വരട്ടാണ്. I will call my boss. ഓഹോ. Boss. But why? The coefficient of linear expansion is the position of the hemoglobin in the atmosphere. But why? But why? Full many a gem of pure serene lay underneath the unfathomed ocean unblossomed. But why? But why? അവിടെ നില്ല അങ്ങനെ അങ്ങ് പോയാലോ? ദൈവം തമ്പുരാൻ വന്നാലും പെർമിഷൻ ഉണ്ടെങ്കിലേ യമൻ പൊങ്ങൂ. Permission? വേണം. You want permission? ആ. Permission എടുത്ത് കാണിച്ചില്ലേടേ? യവന്മാര് സമ്മതിക്കണ്ടേ? അപ്പോ രണ്ട് കൊച്ചു കള്ളന്മാർക്കും മലയാളം അറിയാം. മലയാളം അറിയാം, ഇംഗ്ലീഷും അറിയാം. എന്റെ ഫാദർ നെയ്യാറ്റിങ്കര, മദർ ചെക്കോസ്ലോവക്യ. ഇവന്റെ മദർ ചെക്കോസ്ലോവക്യ, ഫാദർ നെയ്യാറ്റിങ്കര. അല്ലല്ല, ഫാദർ ചെക്കോസ്ലോവക്യ, മദർ നെയ്യാറ്റിങ്കര. അത് തന്നെ ഞാൻ പറഞ്ഞു. എന്റെ മദർ ചെക്കോസ്ലോവക്യ, നിന്റെ ഫാദർ നെയ്യാറ്റിങ്കര. എന്റെ ഫാദറും നിന്റെ മദറും ചെക്കോസ്ലോവക്യ. അത് തന്നെ ഞാൻ ചുരുക്കം പറഞ്ഞ രണ്ടെണ്ണവും ക്രോസ്. ഞാൻ വിചാരിച്ചു ഇവൻ ആദ്യം പെർമിഷൻ എടുത്ത് കാണിച്ചാണെന്ന്. അതല്ലേ ഞാൻ പെർമിഷൻ എടുത്ത് കാണിക്കട്ടെ. നീ ആ പെർമിഷൻ എടുത്ത് കാണിച്ചോടേ. നീ ഇത് എവിടെ എടുത്ത് വെച്ചിരിക്കുന്നു? പെർമിഷൻ എടുത്ത് കാണിക്കാൻ പറഞ്ഞപ്പോ ആ കോച്ചൂപ്പ് എടുത്ത് കാണിക്കുന്നു. പിന്നെയും കുപ്പി എടുക്കുന്നു. പെർമിഷൻ എവിടെ? ഈ ക്ലാസ്സിന്റെ അടി. സാർ സാർ പെർമിഷൻ. ഞാൻ കണ്ണാടി എടുത്തില്ല. ഇംഗ്ലീഷ് ആണെങ്കിലേ എനിക്ക് പറ്റുള്ളൂ. സാർ വായിച്ചാട്ടെ. ഈ വരുന്ന വില്യം ഫ്രെഡറിക്കിനും ജെയിംസ് മാഞ്ചസ്റ്ററിനും നിങ്ങളുടെ ഫോറസ്റ്റ് ഏരിയ കാണാനുള്ള അനുവാദവും അവർക്ക് വേണ്ട ഒത്താശകളും ചെയ്തു കൊടുക്കണം. ആരാ എഴുതിയിരിക്കുന്നത്? പുതുക്കാട് പഞ്ചായത്ത് മെമ്പർ. പഞ്ചായത്ത് മെമ്പർ? വെറും മെമ്പർ അല്ല, എക്സ് മെമ്പർ. കേന്ദ്രമന്ത്രി വന്നിട്ട് ഞങ്ങൾ അകത്തോട്ട് കയറ്റി വിട്ടിട്ടില്ല. പിന്നെ ആ പഞ്ചായത്ത് എക്സ് മെമ്പർ അകത്തോട്ട് പോകണമെങ്കിൽ വേറെ വഴി നോക്ക്. മെമ്പർ അല്ല, അയാളിപ്പോ മെമ്പർ മാത്രമല്ല, ഈ വേൾഡ് വേൾഡിന്റെ ഒക്കെ ഫോറസ്റ്റിന്റെ എല്ലാം കാട്ടാള ഫെഡറേഷൻ. ഇത് കൊണ്ടുപോയി ആ കാട്ടാളന്റെ കൈ കൂടെ അകത്തോട്ട് പോകണമെങ്കിൽ എന്തെങ്കിലും ചെയ്തു നോക്ക്. അപ്പൊ സമ്മതിക്കില്ല അല്ലേ? സാധ്യമല്ല. ശല്യം ചെയ്യാൻ വന്ന വഴിയെ തിരിച്ചു പോകാൻ നോക്ക്. അങ്ങനെയാണെങ്കിൽ ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഞങ്ങളുടെ ചെക്കോസ്ലോവക്യൻ പ്രസിഡന്റിന്റെ വകയായിട്ട് ഒരു പ്രസന്റേഷൻ ഉണ്ട്. എന്നാ എന്റെ പൊന്നനിയായി നേരത്തെ പറയണ്ടായോ? ഗ്ലാസ് എടുത്ത് ഗ്ലാസ് നല്ല ഒറിജിനൽ സാധനമാണല്ലേ? അതെ. ഇനി അനിയന്മാർക്ക് എന്താ വേണ്ടത്? പറ. ഞങ്ങൾ ഇവിടെ വരെ വന്നത് എന്തിനാണെന്ന് വെച്ചാ, ഞങ്ങൾക്ക് ഈ കൂമംകൊല്ലി കാടൊക്കെ ഒന്ന് ചുറ്റി കാണണം. എന്താ പേര്? നമ്മുടെ പേരെന്താണ്? പേര് വില്യം ഫ്രെഡറിക്കും ജെയിംസ് മാഞ്ചസ്റ്ററും. വില്യം ഫ്രെഡറിക്കും ജെയിംസ് മാഞ്ചസ്റ്ററും. എന്റെ പൊന്നനിയന്മാരെ, നിങ്ങളോടുള്ള ആത്മാർത്ഥത കൊണ്ടാണ് ഞാൻ നിങ്ങളെ അകത്തോട്ട് വിടൂല എന്ന് പറഞ്ഞത്. ഇതിനു മുമ്പ് അകത്തോട്ട് പോയിട്ടുള്ളവരാരും പിന്നെ തിരിച്ചിങ്ങോട്ട് വന്നിട്ടില്ല. വിഷം പുരട്ടിയ അമ്പുമായിട്ട് മലയരയന്മാരിങ്ങനെ കാത്തിരിക്കുക മനുഷ്യമാംസം തിന്നാൻ. ഇതിനു മുമ്പ് 26 പേരെ അകത്തേക്ക് കടത്തിവിടാൻ ഞങ്ങൾ ഈ മുള പൊക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒരുത്തനും തിരിച്ചു വരാൻ വേണ്ടി ഇന്നേ വരെ പൊക്കേണ്ടി വന്നിട്ടില്ല. ഞങ്ങൾ വെറുതെ ഇവിടുന്ന് ചുറ്റി കാണുന്നതല്ലാതെ വേറെ ഇനി ആ കാർ അകത്തോട്ട് പോകില്ല. വേണ്ട, ഞങ്ങൾ ആ കാർ തിരിച്ചു വിടുക. അണ്ണാ, നീ ആ കാർ തിരിച്ചു വിടേ. ഇതോടെ അകത്തോട്ട് വെച്ചോ, പിന്നീട് ആവശ്യം വരും. അപ്പൊ ചേട്ടാ കാണാം. കണ്ടെങ്കി കണ്ടെന്ന് പറയാം. വേഗം മാറി വാ. ആ ലെഡ്ജർ തിരുത്തിക്കോ. 26ഉം 2ഉം 28 പേര് ചത്തു.
ഇറങ്ങടാ. പോയിട്ട് വരട്ടെ. പോയിട്ട് വരട്ടെ എന്ന് പറയണ്ട, പോട്ടെ എന്ന് പറഞ്ഞാൽ മതി. 26 2 28. ബ്യൂട്ടിഫുൾ ഡേഞ്ചറസ് ഫോറസ്റ്റ്. അണ്ണാ, ആ ചെക്ക് പോസ്റ്റിലെ തടിയൻ ഗാർഡും ഈ ബോട്ടിന്റെ എഞ്ചിൻ ഡ്രൈവറും നമ്മൾ ഇങ്ങോട്ട് പോന്നപ്പോ 28 എന്നൊരു നമ്പർ പറയുന്നതാണ് ശ്രദ്ധിച്ചോ? എന്തോ അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ലേ? ഇല്ല. നമുക്ക് മുന്നേ 26 പേർ ഈ കൂമംകൊല്ലിക്കാട്ടിലേക്ക് വന്നിട്ടുണ്ട്. അവരാരും തന്നെ തിരിച്ചു പോയിട്ടില്ല. 26 നമ്മൾ രണ്ടുപേരും ചേർന്ന് 28. കറക്റ്റ്. അവരെ കണക്ക് ശരിയാടേ. ചുമ്മാതല്ല, എല്ലാവരും അന്ത്യവകാശം നിന്ന് നമ്മളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. നിനക്കെന്താടേ ഇത്ര പേടി? നീ ആദ്യമായിട്ടാണോ കാട്ടി വരുന്നത്? പിന്നല്ലാതെ. അതാ. അപ്പൊ അണ്ണനോ? ഞാനിത് ഫസ്റ്റ് ടൈം. അണ്ണാ, എന്താടാ? ആരോ നമ്മളെ പിന്തുടരുന്നുണ്ടെന്ന് തോന്നുന്നു. എടാ, അത് മലയണ്ണാനായിരിക്കും. അനിയൻ കുഞ്ഞെ, വളരെ വിജനമായ വനത്തിലൂടെ നമ്മൾ നടക്കുമ്പോൾ നമ്മളെ ആരോ പിന്തുടരുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട് എന്നൊക്കെ നമുക്ക് തോന്നും. അത് പ്രകൃതി നമുക്കിട്ട് വേലിറക്കുന്ന. വാ. അണ്ണാ, ഈ കാട്ടി പാമ്പുണ്ടാവും? പിന്നെ കൂമംകൊല്ലി കാട്ടിലെ പാമ്പിനെ പറ്റി നീ കേട്ടിട്ടില്ലേ? ഇല്ല. കേട്ടിട്ടേ ഇല്ലേ? ഇല്ല. പേടിക്കേണ്ടതായിട്ട് ഒരു പ്രശ്നവും. എന്താണ്? കൊത്തിയ അപ്പച്ചാവും, പിന്നെ പ്രശ്നമില്ലല്ലോ. നീ വാ. അണ്ണാ, ഒരു മനുഷ്യന്റെ കരച്ചിലല്ലേ കേട്ടത്? എടാ മണ്ടൂസേ, കാട്ടുതത്തകൾ ഇണചേരുമ്പോഴുണ്ടാകുന്ന പ്രേമാദ്രമായ ശബ്ദമാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. അയ്യോ, അപ്പൊ ഈ കാട്ടാനകൾ ഇണചേരുമ്പോഴോ? വളരെ സൈലന്റ് ആയിരിക്കും. അതെയാ? നീ വാ. ഈ കാട്ടിലോരോ രീതികളെ. ദൈവമേ, ദൈവമേ, നീ മേലെ വാ. ദൈവമേ, എനിക്കുള്ള ദൈവമേ, ദൈവമേ, മേലെ വാ. നീ മേലെ വാ. എന്റെ കാട്ടിൽ ഒരു തിരി പിഴ ചെയ്തു. പൊറുക്കണം ദേവനെ. തെറ്റ് ചെയ്തവരുടെ ജീവൻ അങ്ങേക്ക് നൽകി അടിയൻ മാപ്പി ചോദിക്കാൻ പോകുന്നു. മൂപ്പ, മാപ്പാക്കണം മൂപ്പ. അടിയൻ ഈ കാട്ടിന്ന് എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. അറിയാതെ ചെയ്തു പോയ തെറ്റാണ്. ഇനി ഒരിക്കലും ഏണിത് ആവർത്തിക്കില്ല. നമ്മൾ ദൈവത്തിൽ നിരക്കാത്ത തെറ്റാണ് ചെയ്തത്. ആ തെറ്റിന്റെ ശിക്ഷ നീ അനുഭവിക്കണം. സർപ്പദംശത്തിനുള്ളതെല്ലാം കൊണ്ടുവരാൻ പറയൂ. പിഴച്ചു പോയവരാരും ഉയരോടെ ഈ കാട്ടിലിരിക്കാൻ അനുവദിക്കുന്നതല്ല. ദേവരെ, അങ്ങയ്ക്ക് വേണ്ടി അടിയനെ ശിക്ഷ നടപ്പാക്കട്ടെയോ? ഇതാ ദേവർ അനുവദിച്ചു കഴിഞ്ഞു. എല്ലാവർക്കും ബോധ്യമായല്ലോ. ശിക്ഷ നടപ്പിലാക്കാനുള്ള സമയമായി. ഇവളെ കൊണ്ടുപോയി നമ്മുടെ മുതല കുഞ്ഞുങ്ങൾക്ക് തിന്നാൻ കൊടുക്ക്. അണ്ണാ,
നമുക്ക് എങ്ങനെയെങ്കിലും കാട്ടിൽ നിന്ന് രക്ഷപ്പെടണം. ഒരു നിമിഷം പോലും ഇവിടെ കഴിഞ്ഞു നോക്കത്തില്ല. ഇവരെ കാടന്മാരെന്ന് വിളിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ശരിക്കും കാടത്തല്ലേ കാട്ടണത്. ഇതൊക്കെ ഒരു ത്രില്ലല്ലേടേ? ഓ ത്രില്ല്. അന്നേരോടെ വന്നോ, ഞാൻ പോവാ. അണ്ണാ നീ ഇങ്ങനെ ബഹളം. നിങ്ങളാരെ എന്തിനെ കാട്ടിൽ വന്നു? ആര് പ്രത്യേകിച്ചു ചൊല്ലേ? ഇങ്ങനെ ഒറ്റയടിക്ക് ചോദിച്ചാൽ വളരെ വിഷമമാണ്. സാവകാശത്തിൽ കണ്ടശ ചോദിച്ചാൽ. നാട്ടിൽ നിന്നും ആരും ഇവിടെ വരാൻ പാടില്ല. ഒരു ദൈവം മറികടന്നാൽ ശിക്ഷ ഭയങ്കരമാണ്. ദേവരെ, ഇവർക്ക് എന്ത് ശിക്ഷയാണ് അടിയൻ വിധിക്കേണ്ടത്? ഇവൻ സർപ്പദംശത്താൽ മരിക്കട്ടെ, ഇവൻ മൂഷിക പ്രയോഗത്താൽ മരിക്കട്ടെ. ഒരപേക്ഷ ഉണ്ടായിരുന്നു. ചൊല്ലേ. ഞങ്ങൾ മൂപ്പനെ കാണാൻ വേണ്ടി വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ വന്നത്. ഞങ്ങൾ അങ്ങേക്ക് തരാൻ വേണ്ടി കുറെ സമ്മാനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് സന്മനസ്സോടെ സ്വീകരിക്കണം. എവിടെ? നോക്കി നിൽക്കാൻ എടുത്ത് കൊടുറേ. എന്റെ ബാഗിലുണ്ട്. ഇത് വിസ്കി എന്റെ അച്ഛൻ ചെക്കോസ്ലോവേക്കിന്ന് കൊടുത്തയച്ചാണ്. ഇത് 555 സിഗരറ്റ് ഇവന്റെ അച്ഛൻ ചെക്കോസ്ലോവേക്കിന്ന് കൊടുത്തയച്ചതാണ്. ഇവ നാം സ്വീകരിച്ചിരിക്കുന്നു. സന്തോഷം. ഇവർക്കുള്ള ശിക്ഷ ഉടനെ നടക്കട്ടെ. അപ്പൊ സമ്മാനങ്ങൾ സ്വീകരിച്ചതിന് ശേഷം പിന്നെ ഇതെന്തൊരു തോന്നിവാസം? എനിക്ക് അയാളോട് കുറെ കാര്യങ്ങൾ സമ്മാനങ്ങളൊക്കെ സ്വീകരിച്ചു വെച്ചതിന് ശേഷം എന്ത് തോന്നിവാസമാണിത്? അവസാനത്തെ ആഗ്രഹം എന്താണെന്ന് പറയും. മൂഷിക പ്രയോഗം എന്താണെന്ന് പറ. ഓ, അതാണോ നിന്റെ അവസാനത്തെ ആഗ്രഹം? മൂഷിക വർദ്ധന? അടിയൻ. അയ്യോ, അതല്ല. അവസാനത്തെ ആഗ്രഹം വേറെ ഉണ്ട്. അയ്യോ എലി, അയ്യോ എലി. എന്റെ അവസാനത്തെ ആഗ്രഹം എന്താണ്? എന്നെ സർപ്പത്തെ കൊണ്ട് കൊത്തിച്ച് കൊല്ലിക്കരുത്. ശരി, ശിക്ഷ നടപ്പാക്കൂ. താൻ എന്റെ അനിയൻ കുഞ്ഞിനെ പാമ്പിനെ കൊണ്ട് കൊത്തിച്ച് കൊന്നാണോ? തന്റെ അമ്മൂമ്മയുടെ ഒരു സർപ്പദംശം തന്നെ ആരോ മൂപ്പനാക്കിയത്? തനിക്ക് വല്ല വിവരം ഉണ്ടോ? താനാരും ജഡ്ജിയോ ആൾക്കാരെ കൊല്ലാൻ വിധിക്കാൻ? തന്നെ ഞാൻ അണ്ണാ നിന്നെ പാമ്പ് കൊത്തിയില്ലേ? കൊത്താൻ സമ്മതിച്ചില്ല. എന്താണിത്? എന്താണ് ഇവര് ചാകാട്ടത്? ചുറ്റുള്ളവരാരും ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ല. എന്താണിത്?
വെറുതെ വിടാനോ? ദേവരുടെ കരികൂട്ട് ഞാൻ നിങ്ങളെ വെറുതെ വിട്ടിരിക്കുന്നു. ഇന്നേക്ക് തന്നെ ഈ കാട്ടിൽ നിന്ന് രക്ഷപ്പെട്ടോളിൻ. ഇല്ലെങ്കിൽ ഞങ്ങൾ പോയിക്കോളാം. നീ സാധനങ്ങളെ കിടന്ന് ആലോചിക്കുന്ന കണ്ടില്ലേ? ഇത് അവന്മാരുടെ വെറും ഒരു ടെസ്റ്റ് ഡോസ്. കാരണന്മാര് ചെയ്ത പുണ്യം കൊണ്ടാ രക്ഷപ്പെട്ടത്. ഇനി അവന്മാരുടെ കണ്ണിലങ്ങപ്പെട്ട വിവരം അറിയും. ഇവിടെ കിടക്കാൻ എന്തൊരു സുഖം. സൂചിച്ചോ ഈശ്വരാ, നേരം വെളുക്കുന്നതിന് മുമ്പ് വല്ല കാട്ടാനും ചവിട്ടി കൊന്നില്ലായിരുന്നു രക്ഷപ്പെടാമായിരുന്നു. നാട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെടുകയും ചെയ്തു. ഇവിടെ നിൽക്കാനും നിവർത്തിയില്ല. നേരം വെളുക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു മാർഗം ആലോചിച്ച് കണ്ടുപിടിച്ചേ പറ്റൂ. ആലോചിച്ചോ കുറെ നേരം ആലോചിക്കുമ്പോ ബോറടിക്കും. അപ്പൊ വീണ്ടും കിടന്ന് ആലോചിച്ചോ. പുനർജന്മം കിട്ടിയ ദിവസമാ. ഞാനൊന്ന് ഉറങ്ങാൻ നോക്കട്ടെ. എനിക്കൊരു വലിയ തെറ്റ് പറ്റി. ഇപ്പോഴെങ്കിലും തെറ്റ് സമ്മതിച്ചല്ലോ. എവിടെയാണോ തെറ്റിയത്? നിന്നെ കൂടെ കൊണ്ടുവന്നതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട് കേട്ടാ. കിട്ടിപ്പോയി. എന്ത്? നമ്മളെ കൊല്ലാക്കൊല ചെയ്ത ആ മൂപ്പരെ ഞാൻ മൂക്കൊണ്ട് ക്ഷാറ വരപ്പിക്കും. എങ്ങനെ? നീ കണ്ടോടാ. അപ്പൊ തിരിച്ചു പോകാനുള്ള പരിപാടി പോകരുത്. നീ ഇതുമായിട്ടൂടെ ഉണ്ടോ? ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചോളൂ. ഞാൻ ഇങ്ങോട്ട് പോവാ. ആരെങ്കിലും കണ്ടാൽ അറിയാമല്ലോ. ഒഴുകുന്ന കാട്ടിലും ഒരു സ്മോളോട് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ കേറി വരാൻ പറഞ്ഞില്ലേ? കേറി വരാൻ പറഞ്ഞില്ലേ? നിങ്ങൾ ഇതുവരെ പോയില്ലേ? നിങ്ങളോട് സ്ഥലം ഇവിടെ അപ്പം പറഞ്ഞല്ലേ? അപ്പനോ? ഏതപ്പൻ? ഇത് മൂപ്പന്റെ മോളാ. അല്ല, ഇന്നലെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പം വളരെ വൈകിയില്ലേ? അപ്പോ രാവിലെ എഴുന്നേറ്റ് ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് പോകാമെന്ന് വിചാരിച്ചു. എളുപ്പം പൊയ്ക്കോ, ഇന്ന് പഞ്ചമിയാ. ഞങ്ങളുടെ ആൾക്കാരുടെ കണ്ണിൽ പെട്ടാൽ നിങ്ങളെ തേവർക്ക് ബലി കൊടുക്കും. ഞങ്ങൾ പോവാ.
പഞ്ചമി ദിവസം എല്ലാ കൊല്ലവും അടിയങ്ങൾക്ക് മനുഷ്യക്കുറി നടത്താൻ കഴിഞ്ഞു. ഇക്കുറിയും അത് നടത്തണമെന്ന് തന്നെയാണ് അടിയങ്ങളുടെ ആഗ്രഹം. പാതിരാക്കി പൂജകൾ തീരും മുമ്പ് അടിയൻ അങ്ങേക്കുള്ള മനുഷ്യക്കുറി നടത്തിയിരിക്കും. വാച്ച് ചെയ്യുന്ന ശ്രമിച്ചോ. പൊന്നു ദേവരെ, ഇന്നലെ സർപ്പദംശത്തിൽ നിന്നും മൂഷിക പ്രയോഗത്തിൽ നിന്നും രക്ഷപ്പെട്ടു പോയ ആ മനുഷ്യന്മാര് ഇനിയും ഈ കാട്ടിൽ നിന്നും പുറത്തു പോയിട്ടില്ല. അവരെ എങ്ങനെയും പിടിച്ചുകൊണ്ട് വരാനുള്ള ഏർപ്പാടുകൾ ഈ അടിയൻ ചെയ്തിട്ടുണ്ട്. അതുവരേക്കും 100 പാലും ചേർത്തുള്ള പൂജകൾ അടിയങ്ങൾ തന്നുകൊള്ളാവേ. അടിയനൊന്നും മനസ്സിലാകത്തില്ലല്ലോ. എന്താണിത്? വത്സ, നാം നിന്നിൽ അസംതൃപ്തരാണ്. അയ്യോ തേവരെ, അടിയൻ അറിഞ്ഞോണ്ടൊന്നും ചെയ്തിട്ടില്ലേ? ഇല്ലേ? നല്ലതുപോലെ ഒന്ന് ഓർത്തു നോക്ക്. ഇന്നലെ കണ്ണമ്മയെ സർപ്പദംശത്തിന് അടിമയാക്കി. അത് തെറ്റാണോ? അവള് പാപം ചെയ്തിട്ടല്ലേ? അതിന് തക്ക തെറ്റ് അവൾ എന്താണ് ചെയ്തത് എല്ലാം നാം അറിയുന്നുണ്ട്. അങ്ങനെ പറയല്ല തേവരെ. കാട്ടുനീതിക്ക് നിരക്കാത്തതാണ് അവള് ചെയ്തത്. അന്യ ഏതോ ഒരുത്തന്റെ കൂടെ പോയി അവള് വയറ് വീർപ്പിച്ചു. അങ്ങനെ ആലോചിച്ചാൽ നീയും പോക്കൃത്തരം ചെയ്തിട്ടില്ലേ വത്സ? അടിയന് മാപ്പ് തരണം. മാപ്പോ? അതിന് മാപ്പ് നൽകാമെന്ന് വെച്ചാൽ തന്നെ മാപ്പ് അർഹിക്കാത്ത ഒരു മഹാപാപം നീ ഇന്നലെ ചെയ്തു. ഇല്ല തേവരെ, മറ്റൊന്നും അടിയൻ ചെയ്തിട്ടില്ല. വത്സ, നീ ചെയ്തു. എന്റെ ഒരു പ്രതിപുരുഷനെയും അവന്റെ കൂട്ടുകാരനെയും ഞാൻ നിന്റെ അടുത്തേക്ക് അയച്ചു. നീ അവരെ വിരട്ടി അവരിൽ നിന്ന് കൈക്കൂലി വാങ്ങി. അതും അവർക്ക് തണുപ്പത്ത് കഴിക്കാൻ ഞാൻ കൊടുത്തയച്ച സ്കോച്ച് വിസ്കിയും സിഗരറ്റ്. അത് അയാളുടെ അപ്പൻ എനിക്ക് വേണ്ടി കൊടുത്തയച്ചതാണെന്ന് പറഞ്ഞു. അവന്റെ അപ്പനാരെ? ആരെ? ആരാന്ന് അടിയൻ അറിയില്ലേ? ഞാൻ, ഈ കാടിന്റെ തേവര്. അവരിപ്പോൾ എവിടെയുണ്ടെങ്കിലും കണ്ടുപിടിക്കണം. എന്റെ പ്രതിപുരുഷനായി നീ ഇന്നലെ മൂഷിക പ്രയോഗം നടത്തിയവനെ സർവ്വവിധ ബഹുമതികളോടും കൂടി കുടിയിൽ പാർപ്പിക്കണം. ഇല്ലെങ്കിൽ എനിക്ക് കോപം വരും. കോപം വന്നാൽ നീയും നിന്റെ വംശവും നശിക്കും. അറിയാമല്ലോ? അറിയാവേ. ജാഗ്രത. ഇനി നിന്റെ കുടി തൽക്കാലം എന്റെ പ്രതിപുരുഷൻ ഭരിക്കട്ടെ. പോകൂ, ഇപ്പൊ തന്നെ പോകൂ. അവരെ കണ്ടുപിടിക്കൂ. ഇപ്പൊ കൊണ്ടുവരാൻ തേവരെ. അടിയന് തെറ്റുപറ്റി. അടിയനോട് പൊറുക്കണം. ഇനിയുള്ളത് പിന്നെ പറയാം. ഓവർ. ഏറ്റോ എടേ, സംഭവം ഏറ്റു. ഇനി അവന്മാരെ കാണത്തക്ക രീതിയിൽ എവിടെയെങ്കിലും പോയി നിന്നാ മതി. നീ വാ അണ്ണാ, എനിക്കിതത്ര ഒരു വിശ്വാസം. ഇന്നലെ ഇവിടെ വന്നവരെ ഈ കാട്ടിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ പിടിച്ചോട്ട് വരണം. ഏവരേച്ച ആളുകളാ, ഓടിച്ചല്ലേ. അവന്മാരെ കാണുന്നില്ല. പരിവിടെ വരാതെ എവിടെ പോവാൻ? അണ്ണാ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. സാധാരണ ഈ കാട്ടുജാതിക്കാരൊക്കെ കറുത്തല്ലേ ഇരിക്കുക? പിന്നെ ഈ മൂപ്പ മാത്രം എന്താ നല്ല ചൊകാന്ന് വെളുത്തിരിക്കുന്നത്? സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യ ഭരിച്ചിരുന്ന ആരാ? സായിപ്പന്മാര്. ഏതോ ഒരു സായിപ്പ് റേഞ്ചർ കൊണ്ടായതാണ് ഈ മൂപ്പൻ. അതാ ഈ വെളുപ്പ് നിറം. അവന്മാര് വരുന്നു. കാണത്തക്ക രീതി നിന്നോ. അയ്യോ, നിങ്ങളെ രണ്ടുപേരെ കുട്ടിയല്ല മൂപ്പം പറഞ്ഞിരിക്കണം. അയ്യോ, ഇന്നെ വെക്കണം, ഇന്നെ വെക്കണം. പിടിച്ച് കിടത്തവരെ.
അതിലോട്ട് വീഴ. ഞങ്ങളെ കൊല്ലരുതേ. ഇരിക്ക് മാപ്പാക്കണം. തേവരുടെ കൽപ്പന നടക്കട്ടെ. ഈ കാടിന്റെ രക്ഷകനായി ഇവിടുത്തെ കൊച്ചുതേവരായി അങ്ങേ വാഴിക്കാൻ വലിയ തേവര് കൽപ്പിച്ചരുളിയിരിക്കുന്നു. മനസ്സിലായില്ല. അടിയനെ ഇനിയും പരീക്ഷിക്കരുതേ. ഈ സ്ഥാനമാനങ്ങൾ ഏറ്റെടുത്ത് അടിയനെ അനുഗ്രഹിക്കണം. ഈ കൂമംകൊല്ലത്തേവരെ സാക്ഷി നിർത്തി ഇന്നു മുതൽ ഈ കാട്ടിലുള്ള ആനകളുടെയും സിംഹത്തിന്റെയും പുലികളുടെയും കാട്ടുപോത്തിന്റെയും മലമ്പാമ്പിന്റെയും മലയുടെയും പുഴയുടെയും ഈ അടിയങ്ങളുടെയും രക്ഷകനായ വലിയ ദേവരുടെ അവതാരമായ അങ്ങയെ കൊച്ചുദേവരെ ഈ സ്ഥാനമാനങ്ങൾ തന്ന് അടിയൻ വാഴിക്കുന്നു. അഗ്നി കൊണ്ടുവരൂ. ആളും ഈ അഗ്നിയിൽ പിടിച്ച് സ്ഥാനമേറ്റാലും ആളുന്ന തീയിൽ പിടിച്ച് സ്ഥാനമേൽക്കണം. പിടിച്ചോളൂ. കാട്ടുതീയാണ്, പൊള്ളില്ല. പിടിച്ചോളൂ. അയ്യോ എന്റെ അമ്മേ. അടിയങ്ങളുടെ തീർത്ഥമാണ്. കൊച്ചുദേവരായി സ്ഥാനമേറ്റാൽ ആദ്യം കുടിക്കേണ്ട പാനീയം. ഇത് തീർത്ഥമൊന്നുമല്ല, കള്ളിനകത്ത് കഞ്ചാവ് വിലക്കിയതാ. നല്ല രസമുണ്ടാവും. കുടിച്ചോ കുടിച്ചോ. കൊച്ചുദേവരുടെ സന്തോഷത്തിനായി നമ്മുടെ മുറപ്രകാരമുള്ള ആട്ടവും പാട്ടും നടക്കട്ടെ.
ഇനിയിപ്പോ എല്ലാ കാര്യങ്ങളും കൊച്ചുദേവര് പറയുന്നത് പോലെ ചെയ്തോളി. നിങ്ങൾ വെക്കോളി. മൂപ്പനെ കാണാൻ ആരോ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. ആരാ? എന്ത് വേണം? എന്റെ പേര് സുനന്ദ. ഞാനൊരു പത്രപ്രവർത്തകയാ. നിങ്ങളെ കുറിച്ച് ഒരു ലേഖനം തയ്യാറാക്കാൻ വന്ന. അതൊന്നും സാധിക്കൂല. ഇവിടെ അതിനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. ഏലിപ്പോ ഒന്നും ചെയ്യാൻ പറ്റൂല. ഏലിപ്പോ അതിനുള്ള അധികാരം ഒന്നുമില്ല. മൂപ്പൻ അങ്ങനെ പറയരുത്. മൂപ്പനെ കാണാൻ മാത്ര ഞാൻ നാട്ടിൽ നിന്ന് വന്നത്. കുറച്ചു നാളത്തേക്ക് മതി. ഇവിടെയുള്ള സൗകര്യത്തിൽ കഴിഞ്ഞോളാം. നിങ്ങൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടും ഞാൻ ഉണ്ടാക്കില്ല. ഇവിടെ വന്ന് മൂപ്പനെ കണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുമെന്നാ ഞാൻ അറിഞ്ഞേ. അതൊക്കെ മുമ്പ്. ഏനിപ്പോ അതിനുള്ള അധികാരമൊന്നുമില്ല എന്ന് പറഞ്ഞില്ലേ? ഊരിനിപ്പോ പുതിയ ഒരു കൊച്ചുദേവരുണ്ട്. കൊച്ചുദേവരോ? ദേവരുടെ അവതാരം. അതാരാ തേവരുടെ അവതാരം? വലിയ ദേവരുടെ കൽപ്പനയാണേ. അതനുസരിച്ച് ഏനന്റെ സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കുകയും ചെയ്തു. കൊച്ചുദേവരെ പോയി കാണ്. കൊച്ചുദേവർ അനുവദിച്ചാൽ ഏൻ ഒരു വിരോധവും ഇല്ല. മൂപ്പന്റെ കുടി താമസിക്കാൻ വേറെ വല്ലവരുടെ അനുവാദം ആവശ്യമുണ്ടോ? ഏന്റെ സ്ഥിതി ഇനി എങ്ങനെയാ പറഞ്ഞു തരിക? എല്ലാം കൊച്ചുദേവരുടെ കൽപ്പന പോലെ നടക്കൂ. എന്തായാലും ശരി, മൂപ്പൻ ഈ കാര്യത്തിൽ എന്നെ ഒന്ന് സഹായിച്ചേ പറ്റൂ. മോളെ വേണി. എന്താ? പിന്നെ ഇവർക്ക് നമ്മുടെ കൊച്ചുദേവരുടെ കുടി ഒന്ന് കാട്ടിക്കൊടു. അനിയൻ കുഞ്ഞെ, നിനക്ക് അസൂയ തോന്നുന്നുണ്ടോ? അവനെടുക്കും, അവനെടുക്കും. അനിയൻ കുഞ്ഞെ, ഈ സർപ്പദംശം വിധിക്കാനുള്ള അധികാരം ഇപ്പൊ ആർക്കാണെന്ന് അറിയാമോ? അറിയാം. ഒരു പെണ്ണിനെ ഒന്ന് നോക്കാനോ തൊടാനോ സമ്മതിക്കില്ല. ഒരു ആപ്പിൾ പോലും തിന്നാൻ സമ്മതിക്കില്ലേ? സമയമായില്ല. സമയമാകുമ്പോൾ കൊച്ചുദേവർക്ക് അറിയാം. അനിയൻ കുഞ്ഞെ, ആരോ ഭക്തജനങ്ങൾ കാണാൻ വന്നിരിക്കുന്നു. പോയി നോക്ക്. തന്നോളൂ. എന്ത് വേണം? കൊച്ചുദേവരെ കാണാൻ വന്നതാ. ആരാ? ഞാനൊരു പത്രപ്രവർത്തകയാ. ഇപ്പൊ വിളിക്കാം കേട്ടോ. ആരോ കാണാൻ വന്ന് നിൽക്കുന്നു. ആരാണ്? ഏതോ പത്രപ്രവർത്തകരാ. പ്രവർത്തകനാണോ പ്രവർത്തകയാണോ? ഒരു പെണ്ണാണ്. ഓ, പെണ്ണാണോ? എങ്കിൽ നാം ദർശനം കൊടുക്കാം. ഇവളെങ്ങനെ ഇവിടെ വന്നു? ഇവനെങ്ങനെ ഇവിടെ എത്തി? പത്രക്കാരിക്ക് കാട്ടിലെന്ത് കാര്യം? എങ്ങനെ കൊച്ചുദേവരായി? ഇതിലെന്തോ കുഴപ്പമുണ്ടല്ലോ. ശരി, നോക്കാം. എന്റെ പരിപാടികളെ പൊളിക്കാൻ വന്നാണോ? ദേവരെ, കൊച്ചുദേവരോട് ഒരു അപേക്ഷയുണ്ട്. എന്താ? കൂമൻകുന്നിയിലെ ആദിവാസികളെ കുറിച്ച് പഠിച്ച് ഒരു ഫീച്ചർ എഴുതാൻ വന്നതാ. കുറച്ചു ദിവസം ഇവിടെ താമസിക്കാൻ സൗകര്യം ചെയ്തു തരണം. ഇവിടെയോ? അങ്ങനെയാണോ? പറഞ്ഞുവിടണം. കുറച്ചാൾ നോക്കിയിട്ട് വിളവാണെങ്കിൽ പറഞ്ഞുവിടാം. ശരി, ഓക്കെ ഓക്കെ. രാമം ദശരഥം വിദ്ധിമാം വിധി ജനകാത്മജാം.
വലിയ ദേവർക്ക് നിങ്ങളെ തീരെ പിടിച്ചിട്ടില്ലല്ലോ. പിന്നെ ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രം തൽക്കാലം സമ്മതിച്ചിരിക്കുകയാണ്. വേണി മോളെ, മൂപ്പനോട് ചെന്ന് ഇവർക്ക് താമസിക്കാൻ വേണ്ട സൗകര്യങ്ങൾ ഏർപ്പാട് ചെയ്ത് കൊടുക്കാൻ പറയൂ. ശരി, പറയാം. താങ്ക് യു. നോ മെൻഷൻ. ശരി. നിങ്ങളുടെ കൊച്ചുദേവരെയും ചിങ്കിടിയെയും ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട്. അതെ, നല്ല മുഖപരിചയം. ഇല്ലക്ക, അത് തോന്നല. കൊച്ചുദേവര് ഞങ്ങളുടെ വലിയ ദേവരുടെ അവതാരാ. അവരാദ്യം ഇവിടെ വന്നപ്പോ രണ്ടുപേരെ അപ്പം വലിയ ദേവർക്ക് ബലി കൊടുക്കാൻ പോയതാ. എങ്ങനെയോ രക്ഷപ്പെട്ട്. എന്റെ അവതാരോ കൊച്ചുദേവരെന്ന് വലിയ ദേവർ അപ്പനോട് കൽപ്പിക്കണത് ഞങ്ങളൊക്കെ കേട്ടതാ. നേരോ? സത്യം. നിങ്ങളുടെ കൊച്ചുദേവർ ഇവിടെ എത്തിയിട്ട് എത്ര കാലമായി? കുറച്ചേ ആയുള്ളൂ. വേണി, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അവർ വലിയ ദേവരുടെ അവതാരമൊന്നുമല്ല. നിങ്ങളെ അവർ ശരിക്കും കബളിപ്പിച്ചു. കൊച്ചുദേവരെ പറ്റി അങ്ങനെ പറയരുത്, പാപമാ. കൊച്ചുദേവരെ ഞങ്ങൾക്ക് വലിയ വിശ്വാസ. കൊച്ചുദേവർ വന്നതിൽ പിന്നെയാ ഈ കാടിന് സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉണ്ടായത്. എന്നാര് പറഞ്ഞു? വലിയ ദേവര് കൊച്ചുദേവരോട് പറഞ്ഞു, കൊച്ചുദേവര് ഞങ്ങളോട് പറഞ്ഞു. ഞാനിപ്പോ എന്തു പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. സാവധാനം മനസ്സിലാക്കി തരാം. അക്ക, വേണ്ടാത്തതിനൊന്നും പോകണ്ട. കൊച്ചുദേവർ അറിഞ്ഞ കോപിക്കും. പിന്നെ ഈ കാട് മുടിഞ്ഞു പോകും. ഐതിഹ്യ കഥകളും അവതാര കഥകളും കേട്ടുപഴകിയ നിങ്ങൾക്ക് പുതിയൊരു മനുഷ്യദൈവത്തിന്റെ കഥ കൂടി കേൾക്കണ്ടേ? ഈ പുതിയ അവതാരം ഉണ്ടായിരിക്കുന്നത് സഹ്യന്റെ മലമടക്കുകൾക്കിടയിൽ ഒളിഞ്ഞുകിടക്കുന്ന ഊമൻകൊല്ലിയിലാണ്. നിഗൂഢതകൾ നിറഞ്ഞൊരു കാട്, ആരുടെയൊക്കെയോ ചൂഷണങ്ങൾക്ക് വിധേയരായിക്കൊണ്ടിരിക്കുന്ന ആദിവാസികൾ. ഈ പാവങ്ങൾക്കിടയിലാണ് പുതിയ ദൈവത്തിന്റെ പൊടുന്നനെയുള്ള അവതാരം ഉണ്ടായിരിക്കുന്നത്. മനുഷ്യൻ ജീവിക്കാൻ വേണ്ടി കെട്ടുന്ന പല വേഷങ്ങളിൽ ഒരു വേഷം. അതല്ലേ ഈ പുതിയ കൊച്ചുദേവർ. ഈ കാടിനെ കുറിച്ച് കൊച്ചുദേവർക്കൊന്നും അറിയില്ല. ഞങ്ങളൊക്കെ ഭയപ്പെട്ടാ തമ്പ്ര ഈ കാട്ടി കഴിയണത്. കാടിന്റെ മക്കളല്ലേ നിങ്ങൾ? നിങ്ങൾ ആരെ ഭയപ്പെടാൻ? അങ്ങനെയാ എല്ലാവരുടെയും വിചാരം. സത്യത്തിൽ ഓരോ ദിവസം കഴിച്ചുകൂട്ടുന്ന എങ്ങനെയാന്ന് ഞങ്ങൾക്കേ അറിയൂ. എന്നാ ഏത് നേരത്തെ ജഗ്ഗു കയറി വരുന്നതെന്ന് അറിയില്ല. ജഗ്ഗു? അതാര്? ഈ കാടിന്റെ രാജാവ്. കാട് മുഴുവൻ ഭരിക്കുന്നത് അവനാ. അപ്പനും മൂപ്പൻ സ്ഥാനേ ഉള്ളൂ. ഇവിടെയുള്ള മനുഷ്യർക്ക് മാത്രമല്ല, മൃഗങ്ങൾക്കും ജഗ്ഗുവിന് പേടിയാ. റേഞ്ച് ഓഫീസ് ഭരിക്കുന്നതും അവനാ. അങ്ങനെ ഒരു കഥാപാത്രം കൂടി ഇവിടെ ഉണ്ടോ? ഉണ്ട്. പെണ്ണുങ്ങൾക്ക് ഒറ്റയ്ക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. ചന്ദനവും കഞ്ചാവും കടത്തുകയാ പണി. ജഗ്ഗുവിനെ എതിർത്തവരാരും ഇന്ന് ഈ കാട്ടിലില്ല. ജഗ്ഗുവിനെ കൊച്ചുദേവര് കണ്ടിട്ടില്ലേ? ഞാൻ കണ്ടിട്ടുണ്ട്. 2-3 തവണ എന്റെ ജ്ഞാനദൃഷ്ടിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ആളെങ്ങനെ തടിയനാണോ? ഭയങ്കര തടിയനാ. കൊച്ചുദേവര് സൂക്ഷിക്കണം. പുതുതായി നാട്ടിൽ നിന്ന് ആര് വന്നാലും കൊന്നു കളഞ്ഞേക്കണമെന്നാ ജഗ്ഗു അപ്പനോട് കൽപ്പിച്ചിരിക്കുന്നെ. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ജഗ്ഗു അപ്പനെ കൊല്ലും. ഓം രാമം ദശരഥം വിദ്ധിമാൻ വിത്തി ജനകാത്മജാം. ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട. ധൈര്യമായി കുടിയിലേക്ക് പോയിക്കോളൂ. എഴുന്നേൽക്കൂ മകളെ. ധൈര്യമായി കുടിയിലേക്ക് പോയിക്കോളൂ. എന്താണ് ജേർണലിസ്റ്റേ, കാട് കാണാൻ ഇറങ്ങിയതായിരിക്കും. പുതിയ വേഷം ഭംഗിയായിട്ടുണ്ട്. താങ്ക് യു. ലേഖന പരമ്പരയൊക്കെ എവിടം വരെയായി? ഞാൻ എങ്ങനെ അറിഞ്ഞു എന്നായിരിക്കും. ദൈവത്തിന് അറിയാൻ വയ്യാത്തതായി ഒന്നുമില്ല. ദൈവത്തിന് അറിയാത്തത് ചിലപ്പോ മനുഷ്യർക്കറിയാവുന്നിരിക്കും. അങ്ങേരെ വിറ്റ് കാശാക്കുന്ന കാര്യം നാട്ടുകാരുടനെ അറിയും. ബുദ്ധിമുട്ടാ. കാട്ടിൽ നിന്നൊരു മാറ്റർ നാട്ടിലെത്താൻ വളരെ ബുദ്ധിമുട്ടാ. അഥവാ എത്തിയാൽ തന്നെ അത് പ്രസിദ്ധീകരിക്കാൻ അതിനും ബുദ്ധിമുട്ടാ. ദേ പെങ്കൊച്ചേ, ഇവിടെയൊക്കെ നടന്ന അതും ഇതൊക്കെ എഴുതാതെ ഉടനെ സ്ഥലം കാലിയാക്കാൻ നോക്ക്. ആണുങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യവും തൽക്കാലം ഒരു പെണ്ണും ചെയ്യാൻ കഴിയില്ല. കഴിഞ്ഞ ഉപദേശം. ആണാര പെണ്ണാരാന്ന് നമുക്ക് പിന്നെ കാണാം.
ഏതായാലും ദൈവത്തിന് നല്ല സമയം. മദ്യം, കാട്ടുപെണ്ണ്. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല മോളെ. അനുഗ്രഹം വേണമെങ്കിൽ വന്നോളൂ, തരാം. ഒറ്റയാനാണല്ലോ. ഇനി ഒറ്റ മാർഗമുള്ളൂ. നിങ്ങളുടെ കൊച്ചുദേവരോട് ചെന്ന് പറ. കൊച്ചുദേവര് വിചാരിച്ച ഒരു കാട്ടാനെ ഓടിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? എല്ലാരും നിങ്ങൾക്ക് ഈ അരമന മുട്ട് പോലത്തെ കളിയില്ലാതെ ഡിസ്കോ ഒന്നും അറിയില്ലേ? ഇതുപോലെ കൊച്ചുദേവരെ കാപ്പാത്തുക. കാട്ടാന വന്ന് അടിയങ്കടെ കുടിൽ തകർത്തു. അടിയങ്ങളെ രക്ഷിക്കണേ. കാട്ടാനയോ? അങ്ങനെ വരാൻ ന്യായമില്ലല്ലോ. ഇവരുടെ കൊച്ചുദേവർക്ക് ഇവിടുത്തെ മനുഷ്യരെയും അവരുടെ കുടിയും രക്ഷിക്കാനുള്ള ചുമതല കൂടിയുണ്ട്. ഉണ്ട് ഉണ്ട്. കൊച്ചുദേവരല്ലാതെ പിന്നെ ആര് രക്ഷിക്കാൻ? ആട്ടെ, നിങ്ങൾ അവിടുന്ന് പോരുമ്പോ ആന അവിടെ ഉണ്ടോ അതോ പോയോ? ഉണ്ട്. മക്കളെ പരീക്ഷിക്കരുതേ. അപ്പൊ പോവാ അല്ലേ? അതെ. അവിടെ തന്നെ നിൽക്കുന്നു. കഴിഞ്ഞ കുടി ഇവനാണ് നശിപ്പിച്ചത്. ദേവരെ രക്ഷിക്കണേ, അടിയനെ കാത്തുകൊള്ളണേ. തിരിച്ചു പോടാ കുട്ടാ. പോയി കാണികള്. ഞാനാ പറയുന്നത്. എന്നെ നിനക്ക് ശരിക്കറിയില്ല. ഞാനാണ് പറയുന്നത്. ഓ പോയി കാണികള്. ഞാൻ ഈ കാട്ടിലെ കൊച്ചുദേവനാണ്. ഞാൻ പറയുന്നത് ഈ കാട്ടിൽ നടക്കൂ. പോയി കാണികള്. അയ്യോ ദേവരെ. മടിച്ചു നിൽക്കാതെ പോകാൻ. മേലിൽ ഈ ഭാഗത്ത് കണ്ടുപോകരുത്. ദേവരെ ഈ കൊച്ചുദേവരുടെ കഴിവിൽ ആർക്കെങ്കിലും വിശ്വാസം നഷ്ടപ്പെട്ടാൽ ഇതല്ല ഇതിനപ്പുറം ഇവിടെ നടക്കും. ഒന്നുകിൽ വിശ്വസിക്കുക, അല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കുക. പരീക്ഷിക്കരുത്, പരീക്ഷിക്കരുത്. മൂപ്പന്മകളെ വേണി ഇവിടെ
വന്നാലും കൊച്ചുദേവരായ എന്നെ മനസ്സിൽ ധ്യാനിച്ചാൽ മതി. മനസ്സിലായോ? ഓ ദേവരേ. നിങ്ങൾ പറഞ്ഞ പോലെയൊന്നും ആന ചെയ്തില്ല. എങ്കിലും പറഞ്ഞ 50 രൂപ കൂടുതലുണ്ട്. ഇനി ഈ പ്രദേശത്ത് കണ്ടുപോരുത്. പൊയ്ക്കോ പൊയ്ക്കോ പൊയ്ക്കോ. അരപ്പണി ആശാനെ അറിയിപ്പിക്കരുതെന്നാ. നീ വാ. For the health of all the wild elephants in the Kumangoli forest, And for the defeat of the journalist and the health of the Arapapan. കൊച്ചുദേവരെ 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 ആന വീണ്ടും വന്നു. ആനെ? കാട്ടാനെ? കൊച്ചുദേവരെ നിങ്ങൾക്കെന്താ എത്ര പേടി? സിദ്ധിയുള്ള ആളല്ലേ, ഇപ്പൊ ഓടിച്ചതുമല്ലേ? ദേവരേ. വലിയ ദേവരെ ആനയുടെ രൂപത്തിൽ വന്നിരിക്കുക. അനിയൻ കുഞ്ഞെ, നീ പോയി നോക്കിയാ മതി. വലിയ ദേവർക്ക് ചെറിയ ദേവരോട് പേഴ്സണൽ ആയിട്ട് എന്തെങ്കിലും പറയാൻ കാണും. അപ്പോ കൊച്ചുദേവർ നേരിട്ട് ചെല്ലുന്നതാണ് നല്ലത്. അപ്പൊ പിന്നെ പോകാല്ലേ? നമ്മളവിടെ ചെല്ലുമ്പോ ചിലപ്പോ ആന പോയി കാണുമല്ലേ? എന്നാലും ആത്മാർത്ഥമായി പറയുകയാണ്. പല സന്ദർഭങ്ങളിലും ഞാൻ അറിയാതെ എന്നെ കാത്തുരക്ഷിച്ച നീ ഇത്തവണ കൂടി എന്നെ രക്ഷിക്കണം. തിരിച്ചു പോടാ. മാനം രക്ഷിക്കാൻ വേണ്ടി എന്റെ ജീവൻ മരണ പോരാട്ടമാണ്. തിരിച്ചു പോടാ കുട്ടാ, തിരിച്ചു പോ. പോടാ, പോയി കാറിയാറ്. പോടാ. നിന്നോട് ഞാനാ പറഞ്ഞത്, പോകാൻ. പോടാ കുട്ടാ. തെളിയിക്കും, തെളിയിക്കും. കൊള്ളത്തിന് ഞാൻ തെളിയിക്കും.
കൊച്ചുദേവരെ പരീക്ഷിച്ചവരാരും തന്നെ ജീവിച്ചിരുന്നിട്ടില്ല. താമസിക്കാനുള്ള സൗകര്യം തന്നപ്പോ എനിക്കിട്ട് പാര വെക്കുന്നു. പരീക്ഷണം എന്നോട് വേണ്ട. തെളിയിക്കും, തെളിയില്ലെങ്കിൽ തെളിയിക്കും, മഷിയിട്ട് തെളിയിക്കും. മൂപ്പന്നകൾ വേണി ആന വന്നപ്പോൾ നീ എന്നെ ധ്യാനിച്ചോ? എന്നാൽ നീ ധ്യാനിക്കുന്നതിന് ഇവളെന്നെ ധ്യാനിച്ചു. അനാവശ്യം പറയരുത്, മിണ്ടിപ്പോകരുത്. ഇതുവരെ നിന്റെ ശരീരത്തിൽ കുടികൊണ്ടിരുന്ന എന്റെ ആത്മാവാണ്. ഇപ്പോൾ നീ വെറും ശരീരം. ഞാൻ കൊച്ചുദേവ. സക്സസ്, എവരിതിങ് സക്സസ്. ഇപ്പോൾ മനസ്സിലായില്ലേ? ഞാൻ ഇവിടെ ഇല്ലെങ്കിലും എന്നെ മനസ്സിൽ ധ്യാനിച്ചാൽ കാട്ടാന പോകുമെന്ന്, ആപത്ത് മാറുമെന്ന്. ആർക്കെങ്കിലും സംശയമുണ്ടോ? ഞങ്ങൾക്ക് ആർക്കും ഒരു സംശയവും ഇല്ലേ? മൂപ്പര് സംശയമുണ്ടോ? ഇല്ലേ? ഇല്ല. Stupid is your father. You? എവരെ താങ്ക്സ്. അവര് തന്നേല് 100 രൂപ കൂടുതലുണ്ട്. പൊയ്ക്കോ പൊയ്ക്കോ. മൂപ്പന്റെ ഓർമ്മയിൽ അടുത്ത കാലത്ത് ഇങ്ങനെ ആനശല്യം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അതിന്റെ കാരണം എന്താണെന്ന് എനിക്കറിയാം. എന്താ കൊച്ചുദേവരെ? കുടിയിലിപ്പോ ഒരു പുതിയ പെണ്ണ് വന്നില്ലേ? അത് തന്നെ കാരണം. ആണുങ്ങളെ പോലെയല്ല പെണ്ണുങ്ങൾ. ചിലർ കയറിയാൽ ചില സ്ഥലം മുടിഞ്ഞു കുത്തുപാളയെടുക്കും. അതോ? പിന്നെ അവൾ ഒരുത്തിയായതിനെല്ലാത്തിനും കാരണം. ഇന്നലെ ഒരാനേ വന്നുള്ളൂ. അല്ല കൊച്ചുദേവരെ, 2. അത് തന്നെ, ഒരാന 2 പ്രാവശ്യം വന്നു. ഇനി അത് 2 ആന 4 തവണയാവും. നാളെയോ മറ്റന്നാളോ ഒരാഴ്ചക്കുള്ളിൽ കാട്ടാന മുഴുവൻ ഇങ്ങോട്ടിറങ്ങും. മൂപ്പൻ എങ്ങോട്ട് പോവും? ഇവിടെ രക്ഷിക്കേണ്ടത് എന്റെ കൂടി ഒരു ആവശ്യമാണ്. അതുകൊണ്ട് ഇന്ന് തന്നെ മൂപ്പൻ അവളെ പറഞ്ഞു വിട്ടോണം. കൊച്ചുദേവര് പറഞ്ഞിട്ടല്ലേ അടിയൻ ആ തമ്പ്രാട്ടിയെ ഇവിടെ താമസിപ്പിച്ചത്? അതെ, പക്ഷെ അത് വലിയ ദേവര കൽപ്പനയായിരുന്നു. ഏതായാലും ഒരു കാര്യം ചെയ്യാം. ഇന്ന് രാത്രി തന്നെ ഒരു പ്രാർത്ഥനാ യോഗം വിളിച്ചു കൂട്ടണം. യോഗത്തിൽ വെച്ച് വലിയ ദേവരോട് ഞാൻ തന്നെ നേരിട്ട് ചോദിക്കാം. അദ്ദേഹം അരുൾ ചെയ്യുന്നത് പോലെ നമുക്ക് പ്രവർത്തിക്കാം. കൊച്ചുദേവരുടെ ഇഷ്ടം പോലെ. എന്നാ മൂപ്പ ചെന്നാട്ടെ. ഓ കുഞ്ഞേ, അവളുടെ ഇവിടുത്തെ പൊറുതി ഇന്നത്തേടം കൊണ്ട് അവസാനിക്കും. ആനശല്യത്തിൽ നിന്നും അടിയങ്ങളെ കാപ്പാത്തുങ്കോ. ഇത് ജപ്പാനോ ജർമ്മനിയോ? ഇന്ത്യൻ. ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഒരു പെണ്ണാണ് ഇതിന് കാരണമെന്ന് അടിയന് ബലമായ സംശയം. ഏതാവത് ഒരു മാർഗം ചൊല്ലിത്താങ്കോ. ഞാനെന്താ തമിഴനോ? ബ്ലഡി സ്റ്റുപ്പിഡ്. എന്താടാ നിന്റെ നാവടഞ്ഞോ? ദേവരെ, അധികം പരീക്ഷിക്കരുതേ. എല്ലാം കുഴയുമേ. നല്ലതുപോലെ ആലോചിച്ചതിന് ശേഷം മറുപടി പറഞ്ഞാ മതിയേ. വത്സ, എന്താ ദേവരെ? എന്നെ പരീക്ഷിക്കാനാണോ നീ ഒരുങ്ങുന്നത്? നിന്നെ അതിനാണോ ഞാൻ ഈ കാട്ടിലേക്ക് അയച്ചത്? ദേവരെ, അടിയൻ എന്ത് തെറ്റ് ചെയ്തിട്ട് അടിയനോട് കോപിക്കുന്നേ? എല്ലാവർക്കും നല്ലത് വരാനേ അടിയൻ പ്രയത്നിച്ചിട്ടുള്ളൂ. നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട്. ആദ്യം എന്റെ പരീക്ഷണങ്ങൾക്ക് വിധേയനാവുക. വിജയിച്ചാൽ നിനക്ക് കൊച്ചുദേവരായി തുടരാം. അല്ലെങ്കിൽ സ്ഥാനം മൂപ്പന് കൈമാറിയിട്ട് സ്ഥലം വിട്ടോണം. അടിയൻ
ഉത്തരവ് പോലെ. ആദ്യം നീ 2 കൈവെള്ളയിലും കർപ്പൂരം കത്തിച്ചു വെച്ച് 201 പ്രാവശ്യം എന്റെ മുന്നിൽ ചുറ്റണം. ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, ഒരു 101 നാളികേരം നെറ്റുകൊണ്ട് അടിച്ചുടച്ചാൽ മതി. നോ കോംപ്രമൈസ്. മൂപ്പ, ഉടനെ നാളികേരം എത്തിച്ചു കൊടുക്കൂ. മതി. വേണ്ട, മുഴുവനും പൊട്ടിക്കാം. നിലനിൽപ്പിന് വേണ്ടിയുള്ള നിന്റെ ഈ സാഹസത്തിൽ ഞാൻ സംതൃപ്തനായിരിക്കുന്നു. അനൗൺസ്മെന്റ് ഓവർ. എന്നാലും ഒരു പെണ്ണിനെ കണ്ടപ്പോ നീ അണ്ണാ അനിയൻ കുഞ്ഞേ, ഈ നാട്ടുതേങ്ങ പോലെയല്ല കാട്ടുതേങ്ങ. ചിരട്ടയ്ക്കൊക്കെ ഭയങ്കര ബലമാ. എന്നാലും എനിക്കൊന്ന് കാണാൻ പറ്റില്ല അണ്ണത്. പോടാ അണ്ണാ, അന്ന് പന്തത്തെ പിടിച്ചെന്റെ കൈ പൊള്ളിച്ചില്ലേ, അന്നേ ഞാൻ മനസ്സിൽ കരുതിയതാ അണ്ണൻ ഇതിലും വലുത് എന്തെങ്കിലും വരുമെന്ന്. അപ്പൊ നീയും കൂടെ ചേർന്നാണോ? അയ്യേ, അങ്ങനെ ഞാൻ ചെയ്യൂ. അവള് വരുന്നുണ്ട്. നമസ്കാരം കൊച്ചുദേവരെ. കൊച്ചുദേവരെ, നല്ല വേദനയുണ്ടോ? നെറ്റി ഒരുപാട് മുറിഞ്ഞോ? അല്ല, കൊച്ചുദേവരുടെ സിദ്ധിയൊക്കെ ഇവിടെ പോയി. ദൈവത്തിനും വേദനിക്കുമെന്ന് ഇപ്പം മനസ്സിലായി. ഒത്തിരി പേര് വേദനിപ്പിക്കുന്നവർക്ക് വേദന വന്നാൽ അത് കുറെ വൈകും. ആ സാരമില്ല, തലച്ചോറിന് ഇളക്കം തട്ടിയാലേ കുഴപ്പമുള്ളൂ. അത് തലച്ചോറുള്ളവരുടെ കാര്യമാണ് കേട്ടോ. ഏതായാലും മൂപ്പനെ ചെന്ന് കാണും, വല്ല പച്ചമരുന്നും വെച്ചേരും. തൽക്കാലം എന്റെ നെറ്റി ഇത്തിരി മുറിഞ്ഞു, ഇത്തിരി വേദനിച്ചു. ഇതൊക്കെ അങ്ങ് മാറുവേ. അപ്പൊ എന്താ വേണ്ടെന്ന് എനിക്കറിയാം. ആ, ഞാൻ പോട്ടെ. കൊച്ചുദേവര് മരിച്ചോ ഇല്ലയോന്ന് അറിയാൻ വന്നതാ. അണ്ണാ കലക്കി. അണ്ണനിട്ടൊരു ഉഗ്രം വെപ്പ് വെച്ചിട്ട് അവള് പോയത്. ഞാൻ ഇത്രയും കാലം തലകുത്തി നിന്ന് ആലോചിച്ചിട്ട് നടക്കാത്ത കാര്യമാ. ഇവളാണെന്നാ ശരിയായ ആണ്. അനിയൻ കുഞ്ഞെ, എന്തോ സമീപ ഭാവിയിൽ തന്നെ ഇവളെന്റെ മുമ്പിൽ വന്ന് തല കുനിച്ചു നിൽക്കുന്ന രംഗം തെളിഞ്ഞു വരുന്നടാ. പത്രമെന്ന് കേട്ടാൽ വിരലെന്ന് പലരും ഉണ്ടാവും. അക്കൂട്ടത്തിൽപ്പെട്ട ആളല്ലേ ഞാൻ. നിങ്ങൾ എഴുതിയിരിക്കുന്നത് എന്നെ കുറിച്ചാണെന്ന് വ്യക്തമല്ലേ? കൂവങ്കൊല്ലിക്കാട്ടിൽ നിന്നും വൻതോതിൽ ഈട്ടിയും ചന്ദനവും അനധികൃതമായി കടത്തുന്നല്ലേ ഞാൻ എന്റെ പത്രത്തിൽ എഴുതിയുള്ളൂ. അതിന്റെ പിന്നിൽ ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഒത്താശയുണ്ടെന്നും ഞാൻ എഴുതിയിരുന്നു. അത് മിസ്റ്റർ മാത്യു ആണെന്ന് എഴുതിയില്ലല്ലോ. ഒരുപാട് വിരട്ടലുകളും ഭീഷണികളും ഒക്കെ ഇതിനു മുമ്പും കേട്ടിട്ടുള്ളവരാണ് ഈ മാധവമേനൻ. മിസ്റ്റർ മാത്യുവിന് മറ്റെന്തെങ്കിലും പറയാനുണ്ടെങ്കിലാവാം.
ഉണ്ട്. ഒന്നുകൂടി പറയാനുണ്ട്. ഇത് സംബന്ധിച്ച വാർത്തകൾ ഇനി നിങ്ങളുടെ പത്രത്തിൽ വരരുത്. വന്നാൽ ഈ മാത്യുവൻ രാഷ്ട്രീയം മാത്രമല്ല അറിയാവുന്നതെന്ന് കൂടി മിസ്റ്റർ മേനോൻ അറിയേണ്ടി വരും. അതും എനിക്കറിയാം. പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തൽ ആവശ്യമില്ല. നാളത്തെ പത്രത്തിൽ കൂമങ്കുല്ലിക്കാട്ടിലെ നിങ്ങളുടെ വലങ്കൈ ജഗ്ഗുവിനെ കുറിച്ചും ജഗ്ഗുവിന്റെ മേൽനോട്ടത്തിൽ നിങ്ങൾ നടത്തുന്ന കഞ്ചാവ് കൃഷിയെ കുറിച്ചുമാണ് ഞാൻ എഴുതാൻ പോകുന്നത്. രാഷ്ട്രീയ പ്രവർത്തകന്റെ രാജ്യസേവനം ഏത് തരത്തിലുള്ളതാണെന്ന് നാട്ടുകാരും കൂടി അറിയട്ടെ. നാട് നന്നാക്കി അടങ്ങൂ എന്ന വാശിയിലാണല്ലേ? കാണാം. എപ്പോഴും ഏതു നേരത്തും സ്വാഗതം. ഹലോ, ഒന്നുമില്ല. ഞാൻ അയച്ച റിപ്പോർട്ടുകളൊന്നും പബ്ലിഷ് ചെയ്ത് കണ്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യദൈവങ്ങളെ കുറിച്ചുള്ള ആ ഫീച്ചർ പോലും. എന്തുമാത്രം കഷ്ടപ്പെട്ട് ശേഖരിച്ച ഫീച്ചർ അത്. ഇതിനു മുമ്പ് നീ അയച്ചിട്ടുള്ളതെല്ലാം പ്രസിദ്ധീകരിച്ചിട്ടില്ലേ? ഇത് കൊടുക്കാത്തതിന് എന്തെങ്കിലും കാരണം ഉണ്ടാവുമെന്ന് കരുതിക്കൊള്ളണം. എനിക്കറിയാം. സാർ എന്തെങ്കിലും ന്യായീകരണങ്ങൾ ഉണ്ടാക്കും. എത്ര കഷ്ടപ്പെട്ടാ ഞാനത് എഴുതിയെന്ന് സാറിനറിയാമോ? ഈ കസേരയിലിരിക്കുന്നതിന് മുമ്പ് ഞാനും ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ നീ അയച്ച മനുഷ്യദൈവങ്ങൾ വരാതിരുന്നത് ആ റിപ്പോർട്ട് ശരിയല്ലെന്ന് എനിക്ക് തോന്നിയിട്ട് തന്നെയാ. ആ ഫീച്ചറിൽ പറയുന്ന കാര്യങ്ങൾ അക്ഷരം പ്രതി ശരിയാണ് സാർ. ആ കൊച്ചുദേവരൻ അഭിനയിച്ച് നടക്കുന്ന മനുഷ്യൻ ചതിയനാണ്. പാവം ആദിവാസികളെ അറിഞ്ഞുകൊണ്ട് ചൂഷണം ചെയ്യുക, അവരെ കബളിപ്പിച്ച് ജീവിക്കുക. ഇതാ ഈ ചിത്രങ്ങൾ നോക്കൂ. ഇതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. ആ കാർഡിനെ കുറിച്ച് നിനക്കറിയാൻ കഴിയാത്ത പല കാര്യങ്ങളും എനിക്ക് നേരത്തെ കിട്ടിക്കഴിഞ്ഞു. അതെങ്ങനെ? ആരാ അയച്ചത്? അതൊന്നും ഇപ്പൊ അറിയേണ്ട കുട്ടി. കഞ്ചാവ് കടത്തുകാരുടെയും ചന്ദനമോഷ്ടാക്കളുടെയും ഒരു അധോലോകമാണത്. ജഗ്ഗു എന്നൊരു കാട്ടുകള്ളന്റെ നേതൃത്വത്തിലാണ് ഇതൊക്കെ നടക്കുന്നത്. അവരെ നയിക്കുന്നതോ രാഷ്ട്രീയ നേതാക്കളും. അവരിലൊരാളാണ് ഇപ്പോഴെന്നെ ഭീഷണിപ്പെടുത്തിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. കൂമൻകൊല്ലിലേക്ക് നീ പോകുന്നതിനോട് ആദ്യമേ ഞാൻ എതിർപ്പ് പറഞ്ഞത് ആ കാട്ടുകള്ളന്മാരെ കുറിച്ച് അറിയാവുന്നുണ്ടായിരുന്നു. എന്തും ചെയ്യാൻ മടിക്കാത്ത ക്രൂരനാണ് അവനെ എതിർക്കുന്നവർ പിന്നെ ഈ ഭൂലോകത്തുണ്ടാവില്ല. നീയൊക്കെ ഈ ലോകത്താണോ ജീവിക്കുന്നത്? പത്രത്തിൽ എന്തൊക്കെയാ എഴുതിയിരിക്കുന്നത് കണ്ടോ? പൂവൻകൊല്ലിക്കാട്ടിൽ നിന്നും ലോഡ് കണക്കിന് ചന്ദനത്തടികൾ പുറത്തേക്ക് കടത്തുന്നു, ചാക്ക് കണക്കിന് കഞ്ചാവ് കടത്തുന്നു. ഒരു രാഷ്ട്രീയ നേതാവിന്റെ തണലിലാണ് കാട്ടുകള്ളനായ ജഗ്ഗു ഇതൊക്കെ ചെയ്യുന്നതെന്ന്. ഇതിലധികം ഞാൻ നാറാനില്ല. ഈ രഹസ്യം എങ്ങനെ പുറത്തായി? നാനെന്താ ഊരിലും സാർക്ക് തരലയാ. സാർക്കകത്താണ് മൈസൂരിലെ ക്യാമ്പ് പോട്ടത്. യാതൊരു ന്യായീകരണവും എനിക്ക് കേൾക്കണ്ട. ഇവിടുത്തെ ചുമലുകളൊക്കെ ഏൽപ്പിച്ചിരിക്കുന്നത് നിന്നെയാ. ആരൊക്കെയോ എനിക്കെതിരായി നീങ്ങി തുടങ്ങിയിരിക്കുന്നു. മുമ്പലത്തെക്കാളേറെ ജാഗ്രതയോടെ ഇരിക്കേണ്ടി വന്നിരിക്കുന്നു. കാട്ടിൽ അപരിചിതരാരെങ്കിലും കടന്നു വന്നു തിരക്കോ നീ? എല്ലാം അറിഞ്ഞുകൊണ്ട് എഴുതിയ പോലെയാ വാർത്ത. ഇതിന്റെ പിന്നിൽ ആരായിരുന്നാലും 24 മണിക്കൂറിനുള്ളിൽ അവനെ തുടച്ചു നീക്കിയിരിക്കണം. ശരി സാർ. ലഘു, ആ തലശ്ശേരി പാർട്ടിക്ക് 1 കിൻഡൽ കഞ്ചാവ് എത്തിച്ചു കൊടുക്കണം. ഞാൻ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പഴയതുപോലെ തടിലോറിയിൽ കയറ്റി അയച്ചാൽ മതി. ഈ സാഹചര്യത്തിൽ ജാഗ്രതയോട്ടിരിക്കണമെന്ന് പ്രത്യേകം പറയണ്ടല്ലോ. എല്ലാം കറക്റ്റായിരിക്കും സാർ. അപ്പോ ജഗ്ഗുവിന് അവന്റെ പിന്നിൽ ഒരു ഗൂഢസംഘം പ്രവർത്തിക്കുന്നുണ്ടെന്നാണോ വേണി പറയുന്നത്? അതെ, എന്ത് ചെയ്യാനും മടിയില്ലാത്തൊരു സംഘം. ഈ കാട്ടിലെ കൊള്ളരുതായ്മകൾക്കൊക്കെ പിന്നിൽ അവരുണ്ട്. ഒരു പെണ്ണിന് ഒറ്റയ്ക്ക് ഈ കാട്ടിലൂടെ നടക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ല. പറഞ്ഞു കേട്ട് എഴുതുന്നതിന് ഒരു ത്രില്ലുണ്ടാവില്ല റിപ്പോർട്ടറെ. നേരിൽ അനുഭവിച്ചെഴുതുന്നതാണ് സസ്പെൻസിനും സെൻസേഷനും നല്ലത്. അനുഭവങ്ങളില്ലെങ്കിൽ ഒരു പത്രപ്രവർത്തകയ്ക്ക് വളരാനൊക്കില്ല. പിന്നെ നീയൊക്കെയാണ് ഇവർക്ക് ജഗ്ഗുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നല്ലേ? നിന്റെ ഒരു എഴുത്തും പത്രപ്രവർത്തനം.
അണ്ണാ നമ്മൾ എത്ര കാലം എന്ന് വെച്ചാൽ ഈ കാട്ടിലിങ്ങനെ? അനിയൻ കുഞ്ഞെ, ഓരോരുത്തരുടെ തലയിൽ ഓരോന്ന് എഴുതിയിട്ടുണ്ട്. എന്റെ തലയിൽ എഴുതിയിട്ടുണ്ട്, ഇത്ര കാലം മുതൽ ഇത്ര കാലം വരെ നീ കാട്ടിൽ പോയി ദൈവമായിട്ട് കഴിയണമെന്ന്. ഒരു ദിവസം പിടിക്കപ്പെടും. അയ്യോ, അപ്പൊ സർപ്പദംശമോ മൂഷിക പ്രയോഗമോ അതൊക്കെ അവരുടെ സൗകര്യത്തിന് വിടാം. നോക്കി ഒരു സീൻ കാണാനുള്ള സുവർണാവസരം. സംഭവം ഗുലുമാലാണല്ലോ. ഇടപെടാം. വേണ്ടണ്ണ, വല്ലതും നടക്കുന്നത് നടക്കട്ടെ, കാണാലോ. അയ്യണ വാ. പോയി റെസ്റ്റ് എടുക്കൂ മകളെ. അയ്യോ, ഇനി ഞങ്ങൾ ഒന്നും ചെയ്യല്ലേ, ഞങ്ങൾ പൊയ്ക്കോളാം. കൊച്ചുദേവര് ഞങ്ങളെ രക്ഷിച്ചു. അല്ല, ഞാൻ വെറും ഒരു ആജ്ഞാനവൃത്തി മാത്രം. ആശ്രമത്തിൽ ഞാൻ കാട്ടുതേൻ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നൊരു അശരീരി കേട്ടു. വലിയ എടാ കൊച്ചുദേവരെ, കാട്ടരുവിക്കരയിൽ 4 കശ്മലന്മാർ 3 തരുണികളെ കശക്കിയെറിയാൻ പോകുന്നു. നീ ഉടനെ ചെന്നില്ലെങ്കിൽ അവരെ പീസ് പീസാക്കും. ഉടനെ ഞാൻ വന്നു, രക്ഷിച്ചു. ഇതാ പോകും. ജേർണലിസ്റ്റേ, നാട് പോലെയല്ല കാട്. കാട്ടിൽ ഓവർ സ്മാർട്ട്നെസ് കൊണ്ട് ഒരു കാര്യവുമില്ല. സമയം പോലെ ആശ്രമത്തിലേക്ക് വരിക. വല്ലപ്പോഴും പാവം മൂപ്പനെ ഓർക്കുന്ന ഒരു സന്തോഷാണ്. ചിലരെല്ലാം പൂസാങ്കി വന്നിരിക്കുന്നു കേൾവിപ്പെട്ടെ. ഒരു 10 നിരവരും കൊച്ചുദേവരും അവരെ ദേവര് പറഞ്ഞേച്ചാന്നേ. ആരാ എന്താണെന്നൊക്കെ അറിയാതെ വഴിയെ പോകുന്നതിനൊക്കെ പിടിച്ച് ദൈവങ്ങളൊക്കെ തനിക്കെന്താണ് പ്രാന്തുണ്ടോ കളവാ? ഇല്ലേ, പക്ഷേ ദേവരുടെ അരുളപ്പാട് അനുസരിച്ചേ പറ്റൂ. ഉന്നാലെ മുടിയല്ല എന്നാ ചെയ്യണമെന്ന് നിനക്ക് തരും. എവിടെയാണ് ഈ തേവരൻ തമ്പരാട്ടിയൊക്കെ താമസിപ്പിച്ചിരിക്കുന്നത്?
അത് അത് ஐயோ தம்பரா ஐயோ எங்கடா அவங்களை மறைச்சு வச்சிருக்க சொல்லு. കൊച്ചു തമ്പുരാട്ടി ഈ കുടിയിലുണ്ട്. കൊച്ചുദേവര് അങ്ങ് ദൂരെയാ. അയ്യോ வாங்கடா. என்னடி காட்டு ஜனங்களை திருத்தறதுக்கா வந்திருக்க? நீ உன்னோட கொச்சு தேவன் அப்பா கொச்சு தம்பராட்டியே കൊച്ചുദേവരെ എന്താ വേണി? സുനിത്തമ്പരാട്ടിയെ ജഗ്ഗും കൂട്ടരും പിടിച്ചോണ്ട് പോയി. இப்படித்தாண்டா பொம்பளை கிட்ட நடக்கணும். ஒரு பேப்பர் ரிப்போர்ட்டரை எப்படி சமாளிக்கணும்னு எனக்கு தெரியாது. ஆனா ஒரு பொண்ணை எப்படி சமாளிக்கணும்னு எனக்கு நல்லா தெரியும். அதை எப்படி நீ புரிஞ்சுக்கணும். நான் இப்போ உன்னை செய்ய போறது நாளைக்கும் பேப்பர்ல கண்டிப்பா வந்து ஆகணும். ഓ കൊച്ചുദേവറോ വാങ്ക വാങ്ക. ജഗ്ഗുവിന്റെ പേര് കേട്ടാൽ കൂമംകൊല്ലിക്കാട്ടിലെ ആനകൾ കൊമ്പൂരിയിട്ടിട്ട് പോകുമെന്നാണ് കേട്ടിട്ടുള്ളത്. ഒരു പെണ്ണിനെ കൈകാര്യം ചെയ്യാൻ ജഗ്ഗുവിന് ഇത്ര ആൾക്കാരെ പിൻബലം വേണോ? இந்த பொண்ணை காப்பாத்துறதுக்கு கொச்சுதேவர் இங்க வரும்னு எனக்கு நல்லா தெரியும். ஆனா உன்னோட சத்திய வச்சு இந்த பொண்ணை எப்படி காப்பாத்துறதுன்னு நான் பாக்குறேன். தேவரே! யாரும் வர வேணாம், நானே பாத்துக்கிறேன்.
വിടറ. കൂടെ വരുന്നോ അതോ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ എന്തെങ്കിലും റിപ്പോർട്ട് തയ്യാറാക്കാൻ? എങ്ങനെ? ഇല്ല, പോവാം. അയ്യോ, എന്തായത്? നിങ്ങൾ എന്തായി ചെയ്തിരിക്കുന്നത്? കണ്ടില്ലേ, ഇവനെ ലോക്കപ്പ് ചെയ്യണം. അത് പറയാൻ നിങ്ങളാരാ? ഇതൊരു സർക്കാർ ഓഫീസാണ്. നോക്കി നിൽക്കാതെ കെട്ടഴിച്ചു വിടണ. തൊട്ടുപോകരുത്. അഴിക്കാനല്ല കെട്ടിയത്. നിങ്ങൾക്ക് ഞാൻ ആരാണെന്നല്ലേ അറിയേണ്ടത്. ഞാൻ വിനോദ് കുമാർ, ഈ ഫോറസ്റ്റിലെ റേഞ്ചർ. ഇന്നു മുതൽ ചാർജ് എടുക്കും. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കോഫി. താങ്ക് യു ജേർണലിസ്റ്റ്. ആദ്യം കണ്ടപ്പോൾ ഓർത്തു ആളൊരു കുതിരയാണ്. പിന്നെ മനസ്സിലായി കുതിരയല്ല കഴുതയാണ്. ഇപ്പൊ രണ്ടുമല്ല, ഒരു സാധാരണ പെണ്ണ്. വിനു ഒരു തട്ടിപ്പുകാരനാണെന്നാണ് ഞാൻ കരുതിയത്. ഇപ്പൊ മനസ്സിലായി, എന്റെ ധാരണ പോലെയല്ല, യഥാർത്ഥ ദൈവം തന്നെയാണെന്ന്. പൂർണ്ണമായും ഒരു ദൈവം എന്ന് പറയാൻ പറ്റില്ല. പാതി ദൈവം, കൊച്ചു ദേവൻ. അതായത് നമ്മൾ ഈ കുട്ടി ദൈവങ്ങൾ എന്നൊക്കെ പറയില്ലേ, അതുപോലെ. ഞാൻ കുടിയിലേക്ക് പോകുന്നു. വിനു ഉണർന്നിട്ട് പോകാമെന്ന് കരുതി. ഞാൻ വരട്ടെ. ആ സുനു, ഇനി സുനു ആ കുടിലിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന സുരക്ഷിതമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സുനുവിന് വിരോധമില്ലെങ്കിൽ ജോലി തീരുന്നവരെ എന്നോടൊപ്പം ഈ ക്വാർട്ടേഴ്സിൽ താമസിക്കാം. ശരി. രാജിക്കെത്താനല്ലേ ഞാനിവിടെ ചാർജ് എടുത്തത്? നിങ്ങൾക്ക് ആർക്കും ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു. അയ്യോ, അങ്ങനെയല്ല സർ. ഞങ്ങളിത് ചെയ്തില്ലെങ്കിൽ ജോസഫിന്റെ അനുഭവം തന്നെയായിരിക്കും ഞങ്ങൾക്ക്. ജഗ്ഗുവിനെ ഞങ്ങൾക്കറിയാവുന്നതുപോലെ സാറിന് അറിയില്ല സാർ. അവനെ എതിർത്തിട്ടുള്ളവരാരും ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല സാർ. കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടിയാണ് സാർ ഞങ്ങൾ ഈ വേഷമിട്ടിരിക്കുന്നത്. ഞങ്ങൾ മരിച്ച കുടുംബം വഴിയാധാരമായി പോകും സാർ. ജഗ്ഗു ഒരു ക്രിമിനലാണ്, എല്ലാ അർത്ഥത്തിലും ഒരു ക്രിമിനൽ. അവനെ പോലെയുള്ള കാട്ടുകള്ളന്മാർ രാജ്യത്തോട് ചെയ്യുന്ന അക്രമങ്ങൾക്ക് വളമിട്ട് കൊടുക്കാതെ അത് അവസാനിപ്പിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അല്ലാതെ ഭീരിക്കള പോലെ പിന്മാറുകയല്ല. എത്രയെത്ര ധീരന്മാരായിട്ടുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെയാണ് അവൻ കൊന്നൊടുക്കിയിട്ടുള്ളത്. അവരെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവരുടെ അനാഥമായ കുടുംബങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ജോസഫിനുണ്ടായ അനുഭവം ഇനി ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനും ഉണ്ടാകരുത്. നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണ്. നിങ്ങളുടെ മേലുദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് നിങ്ങളെ സംരക്ഷിക്കേണ്ട ചുമതല എനിക്കുണ്ട്. നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. ശരി ശരി സാർ.
സുനു, ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയുമോ? സുനു എന്ന പത്രപ്രവർത്തക ഒരു റിപ്പോർട്ട് എഴുതാൻ മാത്രമായി വളരെയേറെ അപകടം നിറഞ്ഞ ഈ വനത്തിൽ താമസിക്കുന്നുവെന്ന് ആരൊക്കെ വിശ്വസിച്ചാലും ഞാൻ വിശ്വസിക്കില്ല. ശരിയല്ലേ? സുനു വനത്തിലെത്തിയ നാൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ ശ്രദ്ധിക്കേണ്ടത് എന്റെ ആവശ്യവുമായിരുന്നു. അച്ഛന്റെ പ്രത്യേക നിർദ്ദേശം. അച്ഛന്റെ? അതെ, സുനുവിന്റെ മാനേജിംഗ് ഡയറക്ടറല്ലേ മാധവ മേനോൻ, അദ്ദേഹത്തിന്റെ ഏകപുത്രൻ. ആ പുത്രനാണ് ഈ പുത്രൻ. പത്ര ഓഫീസിൽ സുനന്ദ എന്നൊരു റിപ്പോർട്ടർ ഉള്ളതായിട്ടറിയാം. തമ്മിൽ കണ്ടിട്ടില്ലല്ലോ. ഞാൻ ഈ ജോലി സ്വീകരിച്ചതിൽ അച്ഛന് അശേഷം താല്പര്യമില്ല. ഏകപുത്രനല്ലേ. ഈ അപകടം പിടിച്ച ജോലി കളഞ്ഞ് അച്ഛനെ സഹായിക്കാൻ പലപ്പോഴും എന്നെ നിർബന്ധിച്ചിട്ടുണ്ട്. എന്തോ വനം, ആദിവാസി, ലൈഫ് ആൻഡ് ഡെത്ത് ഗെയിംസ്, ഇതൊക്കെ എന്റെ രക്തത്തിൽ അലിഞ്ഞുപോയി. എനിക്കിതൊക്കെ ഒരു ത്രില്ല. മേനോൻ സാർ എന്റെ കാര്യം പറഞ്ഞോ? പറഞ്ഞോന്നോ? സുനന്ദയെ അയക്കുന്നു, ശരീരത്തിൽ ഒരു മുള്ളു പോലും കൊള്ളാതെ നോക്കിക്കൊള്ളാം എന്നേ പറഞ്ഞുള്ളൂ. ഞാനത് പാലിച്ചില്ലേ? ഇല്ലേ? ഞാനെപ്പോഴും ഒരു നിഴൽ പോലെ സുനുവിനെ പിന്തുടരുന്നുണ്ടായിരുന്നു. കാരണം ഈ വനം എന്താണെന്ന് എനിക്കറിയാം. ഇവിടുത്തെ കാട്ടുകള്ളന്മാരെ കുറിച്ച് എന്റെ ഡിപ്പാർട്ട്മെന്റിന് അവരുടെ ഒരു സങ്കേതം പോലും ഇന്നേ വരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാട്ടുകള്ളന്മാരെ ഭയന്ന് കഴിയുന്ന ആദിവാസികളിൽ കൂടി മാത്രമേ ജഗ്ഗുവിനെയും കൂട്ടരെയും കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടൂ എന്ന് ഞാൻ മനസ്സിലാക്കി. എന്റെ ഉദ്ദേശം തെറ്റിയില്ല. അവരെന്നെ ദൈവത്തെ പോലെ കരുതി. പോലെയല്ല, ദൈവമായിട്ട് തന്നെ. ആ, എന്നെ കുറിച്ചുള്ള എക്സ്ട്രാ കിട്ടിയല്ലോ. ഒരു റേഞ്ചർ എന്ന നിലയ്ക്കോ എന്റെ അച്ഛന്റെ പത്രത്തിലെ റിപ്പോർട്ടർ എന്ന നിലയ്ക്കോ അല്ല, ആസ് എ ഫ്രണ്ട് ഞാൻ ചോദിക്കുന്നു, സുനു എന്തിനാണ് ഇവിടെ വന്നത്? പറയൂ. ഞാനിവിടെ വന്നത് വെറും ഒരു ഫീച്ചർ എഴുതാൻ മാത്രമല്ല. എനിക്കവരെ ഒന്നുകൂടി കാണണം. ഇനി കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അത് പൂർത്തിയായി ഞാൻ മടങ്ങും. ആരെക്കുറിച്ചാണ് സുനു പറയുന്നത്? അവരെ കുറിച്ച്, എന്റെ ചേട്ടന് നിർദ്ദയം കൊന്ന കാപാലികന്മാരെ കുറിച്ച്, ആ കാട്ടുകള്ളന്മാരെ കുറിച്ച്. മോളെ സീതേ, എത്തിയോ? എന്റെ പൊന്നു ചേട്ടത്തിയമ്മേ, ഒന്നും ഇങ്ങോട്ട് ചോദിച്ചേക്കല്ലേ. വിശന്നിട്ട് കൊടല് കരിഞ്ഞു തുടങ്ങി. പോരുന്ന വഴി ഒരു കൂൾ ഡ്രിങ്ക്സ് വാങ്ങിച്ചേരാൻ പറഞ്ഞിട്ട് ഈ ചേട്ടൻ ജീപ്പ് നിർത്തിയില്ല. പിന്നെ കാണുന്ന മുറുക്കാങ്കടയിലൊക്കെ കയറി കൂൾ ഡ്രിങ്ക്സ് വാങ്ങിച്ചു കൊടുക്കാനല്ലേ ഞാൻ പോയത്. കാരണം ഒന്നുമല്ല, വല്ല ആമ്പിള്ളേരെ എന്നെ നോക്കിയാലൊന്ന് ഭയന്നിട്ടാ. വിശ്വസുന്ദരിയല്ലേ? ചേട്ടന്റെ സ്വഭാവം എന്നെക്കാൾ അറിയുമെന്ന് നിനക്കല്ലേ? പിന്നെ നിന്റെ വിശേഷങ്ങൾ കേൾക്കട്ടെ. പരീക്ഷയൊക്കെ ചൊവ്വ എഴുതിയോ? ആ പഴയ റോമിയോ ജേർണലിസ്റ്റ് വേണു ഇപ്പോഴും നിന്റെ പുറകെ ചുറ്റുന്നുണ്ടോ? അയാളെ ഞാൻ എന്തെങ്കിലും കുത്തിക്കുറിക്കാൻ കാത്തിരിക്കുക, അയാളുടെ ഡൂക്കിലി വാരിയെ പ്രസിദ്ധീകരിക്കാൻ. നീ അവനെയും കുരങ്ങെടുപ്പിക്കായിരിക്കും. പോയി ഫ്രഷ് ആകും, ഞാൻ ചോറെടുത്ത് വെക്കാം. ചേട്ടനുണ്ടോ മോളെ? ഇല്ല, ഉണ്ണാൻ പോകുന്നേ ഉള്ളൂ. സ്ഥലത്തുണ്ടോന്നാ ചോദിച്ചത്. ഉണ്ട്, ഇപ്പൊ വിളിക്കാം. സാർ അകത്തേക്കിരിക്കെ. ആ, ഇരിക്കെ. രാജു സാറിനെ ബുദ്ധിമുട്ടിക്കാൻ ഒട്ടും താല്പര്യമുണ്ടായിട്ടല്ല, ഇതല്ലാതെ മറ്റൊരു വഴിയും ഇല്ലാഞ്ഞിട്ടാ. മിസ്റ്റർ മാത്യുവിനോട് ഞാൻ പറയാനുള്ളതെല്ലാം ഓഫീസിൽ വെച്ച് പറഞ്ഞതല്ലേ. എന്നെ ഇവിടെ ഒന്ന് കണ്ടാൽ എന്റെ സമയം മെനക്കെടുത്താവുന്നതല്ലാതെ പ്രത്യേകിച്ച് യാതൊരു ആനുകൂല്യം കിട്ടാൻ പോകുന്നില്ല. മറ്റാരും ചെയ്യാത്തതൊന്നും ഞാനും ചെയ്തിട്ടില്ല. തടിലാറിയിൽ കഞ്ചാവ് ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ചത് നിസാര കുറ്റമല്ല, അതും കള്ളത്തടി. സാർ ഒന്നുകൂടി ആലോചിക്കണം. ഇക്കാര്യത്തിൽ സാറിനെ സഹായിച്ചാൽ സാറിന്റെ ജീവിതകാലം കിട്ടുന്ന ശമ്പളത്തിന്റെ ഇരട്ടി ഞാൻ തരാം. ഇതുമൂലം മറ്റെന്തെങ്കിലും പ്രശ്നം വന്നാൽ
അത് ഞാൻ കൈകാര്യം ചെയ്തോളാം. അറിയാതെ പോലും ആരെയും ഉപദ്രവിക്കരുതെന്ന വിശ്വാസക്കാരനാണ് ഞാൻ. സാർ എന്നെ സഹായിക്കില്ലെന്ന് തീർച്ചയാണോ? മിസ്റ്റർ മാത്യുവിന് ഇനിയും സംശയമുണ്ടോ? ഉണ്ട്. സാർ എഴുതിയ മാസ്റ്റർ സ്വയം തിരുത്തിയില്ലെങ്കിൽ അത് തിരുത്തിക്കാൻ എനിക്കറിയാം. പിടിച്ചിട്ട വണ്ടികൾ കൊണ്ടുപോവാനും എന്റെ മാന്യതയ്ക്കാണ് വന്നത്. അത് നഷ്ടപ്പെട്ടാൽ ഈ മാത്യുവിന് പുല്ല. നിങ്ങൾ ചൂടാകേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് ചെയ്യാനുള്ളതെല്ലാം ഞാൻ ചെയ്തു, ഇനിയും ചെയ്യും. നിങ്ങളാലാവുന്ന നിങ്ങൾക്കും ചെയ്യാം. എന്റെ വഴി നോക്കാൻ എനിക്കറിയാം. അയാൾ ആരാ ചേട്ടാ? അയാള് കഞ്ചാവ് കടത്താൻ ശ്രമിച്ച 2 തടിലോറികൾ ഞാൻ പിടിച്ചു. അത് വിട്ടുകൊടുക്കാൻ പറയാൻ വന്നതാ. ചേട്ടനെ ഒന്ന് വിരട്ടിയിട്ടാണല്ലോ പോയത്. ആ, ഇതൊക്കെ പതിവല്ലേ. ഈ ഉദ്യോഗം വേണ്ടെന്ന് പറഞ്ഞ കേക്കില്ല. വല്ലവന്റെയും ചീത്തയും ഭീഷണിയും കേട്ട് കഴിയണ്ട ഗതികേടൊന്നും ഇവിടെ ഇപ്പോഴില്ലല്ലോ. ജോലി രാജിവെച്ച് നാട്ടിലെങ്ങാനും പോകാമെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞു. ഒന്നുമില്ലേലും മനസമാധാനമെങ്കിലും ഉണ്ടാവുമല്ലോ. എന്റെ ചേട്ടത്തി ഒരു പേടിത്തുണ്ടിയായി പോയല്ലോ. ഇത്രയും ത്രില്ലുള്ള ജോലി വേറെ ഏതുണ്ട്? കാട്ടുകള്ളന്മാര് ചേസ് ചെയ്ത് പിടിക്കുക, ഇടിക്കുക, ഭീഷണിയെ നേരിടുക. ആഹാ, ബ്യൂട്ടിഫുൾ ജോബ്. ചേട്ടന് പറ്റിയ അനിയത്തി തന്നെ. ഇനി ഞാനൊന്നും മിണ്ടുന്നില്ല. ഞാൻ ഒരാണായിരുന്നെങ്കിൽ എന്റെ ചേട്ടനെ തന്നെ ഞാൻ ഫോളോ ചെയ്തേനെ. മോളെ, അധികം പൊക്കല്ലേ, എന്റെ തലയെന്ന് മേലെ ഇടിക്കും. കാർഗോടകൻ മാത്യുവിന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നിനക്കിപ്പോ മനസ്സിലായല്ലോ. ഇനിയും ചിലതുകൂടി നിനക്ക് മനസ്സിലാക്കി തരാം. ശപഥം ചെയ്ത കാര്യം പൂർത്തിയാക്കാതെ എനിക്ക് എങ്ങനെ ഇവിടെ നിന്ന് തിരിച്ചു പോകാൻ കഴിയും? അതിനുവേണ്ടി മാത്രം ഞാൻ സ്പെഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞ് വിനീന്റെ അച്ഛനോട് നിർബന്ധിച്ച് അനുവാദം വാങ്ങിയത്. നമ്മുടെ രണ്ടുപേരെയും ലക്ഷ്യം ഒന്ന് തന്നെ. ഇനിയുള്ള യാത്ര നമുക്ക് ഒരുമിച്ചാക്കിയാലോ?
വർഷത്തെ കഞ്ചാവ് കൃഷിയാണ് നശിപ്പിച്ചത്. 7 തടി ലോറികൾ, അതും ചന്ദനത്തടികൾ. എന്റെ നഷ്ടം എത്രയാണെന്ന് നിനക്കറിയാവോ? ഞാൻ ആരോടൊക്കെ സമാധാനം പറയണം? നിന്നെ ഒരു കാര്യത്തിനും കൊള്ളില്ലെന്ന് എനിക്കിപ്പോ മനസ്സിലായി. நான் மேக்ஸிமம் ட்ரை பண்ணிட்டேன். என்னால ஒண்ணும் பண்ண முடியல. இதுக்கெல்லாம் காரணம் அந்த ரேஞ்சர் வினோத் குமார் தான். ஃபாரஸ்ட் கார்ட்ஸ் எல்லாம் இப்ப அவன் கையில தான் இருக்கு. ഒരു പീക്കിരി ചെക്കൻ റേഞ്ചറെ നിലയ്ക്ക് നിർത്താൻ കഴിവില്ലാത്ത നിന്നെയൊക്കെ ഞാൻ എന്തിനാടാ തീറ്റിപ്പോറ്റുന്നത്? ഈ വിനോദ് കുമാറിനേക്കാൾ ധീരന്മാരായ റേഞ്ചർമാർ ഈ കാട്ടിലുണ്ടായിരുന്നു. എന്നെ എതിർത്തവനെയൊക്കെ എത്തേണ്ട അടുത്ത് ഞാൻ എത്തിച്ചിട്ടുണ്ട്. ഇനി വിനോദ് കുമാർ എന്ന പേര് പോലും ഞാൻ കേൾക്കാൻ ഇടവരരുത്. കള്ള കഴിവേറി. നീ ആളെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. നിന്നെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? നീ അത് പറയണം. കാരണം സിറ്റുവേഷൻ ഇതാണല്ലോ. മോളെ, ഇവൻ ആദ്യം ഇടിച്ചത് എന്തിനാണെന്ന് അറിയാമോ? ഇവിടെ വന്നിട്ട് ഇത്രയും കാലമായിട്ടും ഒരു ലെറ്റർ പോലും എനിക്ക് അയക്കാഞ്ഞത്. രണ്ടാമത്തെ ഇടി ആരും അറിയാതെ ഒരു പെണ്ണിനെ ഇവിടെ കയറ്റി താമസിപ്പിച്ചത്. എടാ, നീ ഉദ്ദേശിക്കുന്ന പോലൊന്നും അല്ല. സുനു, ഇത് വിജയൻ, എന്റെ ക്ലാസ്മേറ്റ് ആണ്. ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അടിമാലി റേഞ്ചറാണ്. ഇത് സുനു, എന്റെ ഫ്രണ്ടാണ്. സുനു, റേഞ്ചർ സാർ ആദ്യമായിട്ട് വന്നല്ലേ, നമുക്കൊരു സ്ട്രോങ് ടീ കൊടുക്കാം. എടാ, നിന്റെ ഈ വളയ്ക്കൽ പരിപാടി ഇവിടെ വന്നിട്ട് നിർത്തിയില്ലേ? നല്ല കിളി പോലത്തെ പെണ്ണ്. എന്റെ ഒരു യോഗം ഉള്ളത് കൊണ്ട് നമുക്ക് പഴയ പോലെ വേഷമായിട്ടൊന്ന് കൂടാ. കഴിവേറി പോക്കൃത്രം പറയരുത്. സുനന്ദ ഒരു പത്രപ്രവർത്തകയാണ്. വ്യക്തമായി പറഞ്ഞാൽ എന്റെ അച്ഛന്റെ ഒരു സ്റ്റാഫാണ്. സമ്മതിച്ചു. പക്ഷെ നിങ്ങൾ ഒന്നിച്ചുള്ള ഈ പൊറുതി, അതൊരു പെരിയ കഥ. അപ്പുറമാ ചൊല്ലേ. സുനുവിന്റെ ജീവൻ വരെ അപകടത്തിലാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിർത്തിയിരിക്കുന്നത്. ഒരു താൽക്കാലിക സംരക്ഷണം. ഈ ജഗ്ഗു എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആദിവാസികൾക്കും എന്തിന് നമ്മുടെ ഫോറസ്റ്റ് ഗാർഡ്സിന് പോലും ഭയമാണ്. അവനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടാൻ വേണ്ടി എനിക്ക് പല വേഷങ്ങളും കെട്ടേണ്ടി വന്നിട്ടുണ്ട്. ജഗ്ഗുവിനെ നീ നേരിട്ട് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോന്നോ? പലതവണ അവനുമായിട്ട് ഏറ്റുമുട്ടിയിട്ടുണ്ട്. ഒരു തവണ കസ്റ്റഡിയിലും എടുത്തു. എന്നിട്ടെന്ത്? പത്രത്തിൽ വായിച്ചില്ലേ? നമ്മുടെ ഒരു ഗാർഡിനെ വെടിവെച്ച് കൊന്നിട്ട് പുഷ്പം പോലെ അവൻ രക്ഷപ്പെട്ടു പോയി. അത്രയ്ക്ക് വലിയ ശക്തി അവന്റെ പിന്നിലുള്ളത്. ഇപ്പൊ അവൻ എന്റെ വിലയ്ക്ക് വില പറഞ്ഞിരിക്കുക. അവന്റെ സങ്കേതത്തെ കുറിച്ച് അറിയാൻ എന്താ വഴി? സങ്കേതവും മാറ്റിക്കൊണ്ടേയിരിക്കും. എങ്ങനെയെങ്കിലും അവനെ ഒന്ന് ഒതുക്കാതെ നിവൃത്തിയില്ല. നമുക്ക് ഒതുക്കാളിയാ. ഇതിലും വലുത് ഒതുക്കിയിട്ടുള്ളവരല്ലേ നമ്മള്. ഒതുക്കുമ്പോ നമ്മൾ ഒതുങ്ങിപ്പോവാതെ നോക്കിയാൽ മതി. അത്യാവശ്യം വേണ്ടപ്പെട്ട ചില രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഒക്കെ നല്ല പിൻബലം അവനുണ്ട്. എന്ത് പിൻബലം ഉണ്ടെങ്കിലും അവനെ നമുക്ക് ഒതുക്കണം. അത്രയല്ലേ ഉള്ളൂ. ആട്ടെ, ജഗുവിന്റെ ഇപ്പോഴത്തെ സങ്കേതത്തെ കുറിച്ച് അറിയാൻ എന്താ വഴി? ഈ കാടിന്റെ മുക്കു മൂലയെ അറിയാവുന്ന ഒരാളെ ഉള്ളൂ, മൂപ്പൻ. അയാളെ പിടിച്ചാൽ ചിലപ്പോ കാര്യം നടന്നേക്കും. ഒരുപാട് അന്ധവിശ്വാസങ്ങളുള്ള ആളാ. അയാളെ കൊണ്ട് പറയിക്കാൻ വലിയ പ്രയാസമാ. എങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കാം. ഇപ്പോൾ നിനക്ക് മനസ്സിലായോ? ഞാനിവിടെ ഇല്ലെങ്കിലും എന്നെ മനസ്സിൽ ധ്യാനിച്ചാൽ കാട്ടാന പോകുമെന്ന്, ആപത്ത് മാറുമെന്ന്. അടൂനെ രക്ഷിക്കണേ. കൊച്ചുതേവര് മനസ്സിൽ ധ്യാനിച്ചോണ്ടാ ഞാൻ പറയുന്നത്. പോടാ, പോയി കാട് കയറ്.
ഓ ഇത് നല്ല ഒന്നാന്തര സാധനമാ. കൊച്ചുകാരന്മാർ അന്ന് കൊണ്ടുവന്നത് പോലെ അല്ല. അനിയൻ കുഞ്ഞേ, അല്ല അത് പിന്നെ ഈ വിദേശിയുടെ കൂടെ ഒരല്പം നാടനും കൂടെ മിക്സ് ചെയ്തിട്ട് അമ്മൂപ്പന് കൊടുത്തത്. കുറച്ചൊന്നുമല്ല, അത് മുഴുവനും നാടൻ ചാരായത്തിൽ ചായ കലക്കിയതായിരുന്നു. ഇത് നല്ല ഒന്നാന്തര സാധനം. ആള് മൂപ്പനാണെങ്കിലും സ്വദേശിയും വിദേശിയും ഒക്കെ മനസ്സിലാവല്ലേ? ജർമ്മൻ റേഞ്ചർക്ക് കൊളാബറേഷൻ ഉണ്ടായതല്ലേ? ആ ടേസ്റ്റ് ബ്ലഡിൽ കാണും. അല്ല, ഇദ്ദേഹത്തെ മൂപ്പര് പരിചയപ്പെടുത്തിയില്ലല്ലോ. ഇത് ഉഗാണ്ട വനത്തിലെ കൊച്ചുദേവരാണ്, കുട്ടൻ കൊച്ചുദേവൻ. നെയ്റോബി അസുബഹ. ഞങ്ങള് കൊച്ചുദേവന്മാരെല്ലാം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൂടാറുണ്ട്. ഈ ലോകത്തിലെ എല്ലാ വനത്തിലെയും പ്രശ്നങ്ങൾ ഞങ്ങൾ പരസ്പരം ചർച്ച ചെയ്യും. വലിയ സന്തോഷമായി. ആരാ മൂപ്പ ഈ ജഗ്ഗു? വലിയ ദേവര് പറഞ്ഞാ ഞാൻ അറിഞ്ഞത്. മൂപ്പൻ അറിയോ? അറിയാം കൊച്ചുദേവര്. പക്ഷേ ജഗുത്തമ്പ്രാനെ കുറിച്ച് ആരോടെങ്കിലും പറഞ്ഞ ഏനോ എന്റെ കുലമോ ഈ ലോകത്ത് കാണിയില്ല. അത്രയ്ക്ക് ക്രൂരനാ തമ്പ്രാൻ. ഞങ്ങള് കൊച്ചുദേവരന്മാരല്ലേ ചോദിക്കുന്നത്? ഞങ്ങള് വിചാരിച്ചാൽ ഈ നിമിഷം ആ ജഗ്ഗുവിനെയും അവന്റെ ആൾക്കാരെയും കാണില്ല. എന്റെ സിദ്ധി മൂപ്പൻ അറിയാമല്ലോ. അറിയാവേ, ആരോടും പറയാതിരുന്ന അടിയൻ പറയാം. ജഗുത്തമ്പ്രാന് ഈ കാട്ടിലെ മുഴുവൻ കഞ്ചാവ് കൃഷിയാണ്. അതിൽ നിന്ന് മരുന്നുണ്ടാക്കി പാവങ്ങൾക്ക് കൊടുക്കും. പിന്നെ ഒരുപാട് ചന്ദനത്തടി വെട്ടി വഴിപാടായി കോവിലിൽ കൊണ്ട് കൊടുക്കാറുണ്ട്. അതുകൊണ്ട് ഈ വക കാര്യങ്ങൾ ആരോടെങ്കിലും പറഞ്ഞ വലിയ ദേവര് പോവിക്കും. ഈ വനവും നശിക്കും, ഞങ്ങളുടെ കുടിയും മുടിയും. ആ സ്ഥലമൊക്കെ മൂപ്പൻ അറിയൂ? അറിയാം, പക്ഷെ ആ സ്ഥലത്തേക്ക് ഞങ്ങളാരും പോവില്ല. അതെന്താ? അവിടെ മുഴുവനും പേയും പിശാചുവാ. ആരെങ്കിലും പോയാ പിന്നെ തിരിച്ചു വരികയില്ല, രക്തമൂറ്റി കുടിക്കും. കൊച്ചനവരെ കുടിയില് കാട്ടാന ഇറങ്ങിയിരിക്കുന്നു. വേണിയെ കാട്ടാന. കൊച്ചനവരും മൂപ്പരും ശീഘ്രം വരണം. ഞാൻ മൂപ്പനെ കൊണ്ട് കുടിയിലേക്ക് പോകും. എന്താ കാര്യം? അതൊക്കെ വന്നിട്ട് പറയാം. പോകാം. മോളെ, മോളെ, എന്റെ മോള് പോയി ദേവരെ. എന്റെ പൊന്നു മോളെ, മോളെ, എന്റെ മോളെ. കൊച്ചുദേവരെ, കൊച്ചുദേവരെ, എനിക്ക് വലിയ വിശ്വാസമാ. കാട്ടാന വന്നപ്പോ കൊച്ചുദേവരെ മനസ്സിൽ ധ്യാനിച്ചോണ്ടാ ഇറങ്ങിച്ചെന്നത്. കൊച്ചുദേവരെ കണ്ട് മരിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടല്ലോ. സന്തോഷം, സന്തോഷം.
കൊച്ചുദേവരെ, എന്റെ മോക്ക് ഉയിര് കൊടുക്ക് ദേവരെ. ദേവന് വിചാരിച്ച എന്റെ മോക്ക് ജീവൻ കൊടുക്കാൻ വയ്യേ. വേണി ഭാഗ്യവതിയാ. വലിയ ദേവർക്ക് ഒത്തിരി ഇഷ്ടമുള്ളവരെയാ ആദ്യം വിളിച്ചോണ്ട് പോവുക. ദേവര് പറഞ്ഞു വിട്ടവരാ നാമെല്ലാം. ദേവര് വിളിക്കുമ്പം പോകാനുള്ളവർ. മൂപ്പം വിഷമിക്കരുത്. വേണി സ്വർഗത്തിൽ വലിയ ദേവരെ അടുത്തുണ്ട്. ഇങ്ങനെയൊക്കെ ആലോചിക്കാൻ തുടങ്ങിയ ഒന്നിനും ഒരു അവസാനം ഉണ്ടാവില്ല. നീ മനഃപൂർവ്വം ഒന്നും ചെയ്തില്ലല്ലോ. വേണിയുടെ വിധി അതായിരുന്നു സമാധാനിക്ക്. വേണി ഒരു പാവമായിരുന്നു. അവൾ എന്നെ അന്ധമായി വിശ്വസിച്ചിരുന്നു. ഒരിക്കൽ എന്റെ നിലനിൽപ്പിന് വേണ്ടി സുനുവിനെ കളിയാക്കാൻ തമാശയ്ക്ക് പറഞ്ഞ വാക്ക് വിശ്വസിച്ച അവൾ ആനയുടെ മുന്നിലേക്ക് ഇറങ്ങിച്ചെന്നത്. അവളുടെ മരണത്തിന് ഉത്തരവാദി ഞാനാണ് വിജയ. എടാ, നീ ഇത്രയ്ക്ക് ത്യാഗം സഹിച്ച് ഈ സാഹസത്തിന് ഒരുമ്പെട്ടത് മഹത്തായ ഒരു ലക്ഷ്യം നിറവേറ്റുന്നതിന് വേണ്ടിയാ. അതിനിടയിൽ നമ്മൾ അറിയാതെ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ചില മുറിവുകൾ ഏറ്റെന്ന് വരും. അത് സഹിക്കാനുള്ള സഹനശക്തി നമുക്ക് വേണം. നീ സമാധാനിക്ക്. വാ. ശരിയാ, ജഗ്ഗു നീ പറഞ്ഞ ഏരിയ കാണാനാണ് സാധ്യത. ഏതായാലും അനിയൻ കുഞ്ഞു വരട്ടെ, നമുക്കൊരു തീരുമാനത്തിലെത്താം. ഹലോ, உன் அசிஸ்டன்ட் இருக்கானே அனியன் குஞ்சு, அவனை யமலோகத்துக்கு அனுப்பிட்டேன். அவன் போடி பார்க்கணும்னா 6ஆம் நம்பர் ஜெண்டா பக்கத்துல வாங்க. നിങ്ങൾ ആരാ സംസാരിക്കുന്നത്? ജഗ്ഗു.
റിസ്ക് എടുത്ത് ചെയ്യേണ്ട ഭാരിച്ച ഒരു ഉത്തരവാദിത്വമാണ്. മുമ്പലത്തെ പോലെ എളുപ്പമല്ല കാര്യങ്ങൾ. ശ്രമിക്കാം. മാത്യു സാർ ശ്രമിക്കാമെന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ നടക്കാൻ തുല്യമാണെന്ന് ഞങ്ങൾക്കറിയാം. അപ്പോ മുൻപ് പറഞ്ഞ പോലെ കാര്യങ്ങൾ നീങ്ങട്ടെ. കൃത്യസ്ഥലത്ത് ഞങ്ങളുടെ ആൾക്കാർ പറഞ്ഞ തുകയുമായി കാത്തുനിൽപ്പുണ്ടാവും. അതൊക്കെ എനിക്ക് വിട്ടുനിൽക്ക്. യഗു സർ, ഇവരാണ് ഞാൻ പറഞ്ഞ നമ്മുടെ പുതിയ ബിസിനസ് പാർട്ടി. ഇവർക്കുള്ള ചരക്ക് എത്തിച്ചു കൊടുക്കേണ്ടത് നീയാണ്. മറ്റന്നാൾ വൈകുന്നേരത്തേക്ക് എല്ലാം റെഡി ആയിരിക്കണം. ഓക്കെ സർ. ആ, നമ്മുടെ ഈ ബിസിനസിന്റെ പുതിയ തുടക്കത്തിന് എന്റെ വക ഒരു ചെറിയ
ആ